എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ദൈവം, സകലത്തിനും ഇതേ തലവനായിരിക്കും ദൈവം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്ന ദൈവം, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കാത്ത ദൈവം, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവനുമായ ദൈവം, എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്ന ദൈവം, ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽക്കീഴിലുമാക്കി വെക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പറയുക, സപ്തസമുദ്രങ്ങളെ കൈക്കുമ്പിളിൽ വഹിക്കുന്ന ദൈവം, ആകാശത്തെ ചാണുകൊണ്ട് അളക്കുന്ന ദൈവം, ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുന്ന ദൈവം, പർവ്വതങ്ങളെ തുലാസിൽ തൂക്കി നോക്കുന്ന ദൈവം, അരയിൽ ബലം ധരിച്ചുകൊണ്ട് പർവ്വതങ്ങളെ ഉറപ്പിക്കുന്ന ദൈവം. ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചവൻ, 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ, നിലയങ്കി ധരിച്ചവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ മുഖമുള്ളവൻ, വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നവൻ, മരിച്ചവനായിരുന്നു എന്നേക്കും ജീവിക്കുന്നവൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ, ആരും അടയ്ക്കാതവണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതവണ്ണം അടയ്ക്കുന്നവൻ, ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. ഈ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. Hallelujah. We praise you, God. We give you glory. അല്പനേരം വിശ്വാസവാക്കുകൾ പറഞ്ഞാട്ട്. ഇന്ന് പകൽക്കാലം എന്റെ വിടുതലിന്റെ പകൽക്കാലം, ഇന്ന് പകൽക്കാലം എന്റെ സൗഖ്യത്തിന്റെ പകൽക്കാലം, ഇന്ന് പകൽക്കാലം എന്റെ നന്മയുടെ പകൽക്കാലം, ഇന്ന് പകൽക്കാലം എന്റെ കൊയ്ത്തിന്റെ പകൽക്കാലം, ഇന്ന് പകൽക്കാലം എനിക്കുള്ള ദൂതുകൾ പുറപ്പെടുന്ന പകൽക്കാലം, ഇന്ന് പകൽക്കാലം എനിക്ക് ആത്മീക അഭിവൃദ്ധി ലഭിക്കുന്ന പകൽക്കാലം പറഞ്ഞാട്ട്. ഞാൻ പുഷ്ടിവെക്കുന്ന പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ, ഞാൻ പച്ച പിടിക്കുന്ന പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ, ഞാൻ മാനെ പോലെ കുതിച്ചു ചാടുന്ന പകൽക്കാലം, മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് തൃപ്തി വരുന്ന പകൽക്കാലം, എന്റെ ഹൃദയം പിടച്ച് വികസിക്കുന്ന പകൽക്കാലം, എന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരുമാറും, എന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്ന പകൽക്കാലം, ഞാൻ വിധേയപ്പെടുന്ന പകൽക്കാലം, ഞാൻ ഉയർത്തപ്പെടുന്ന പകൽക്കാലം, ഞാൻ മാനിക്കപ്പെടുന്ന പകൽക്കാലം, എന്റെ ജ്ഞാനം വർദ്ധിക്കുന്ന പകൽക്കാലം പറഞ്ഞാട്ട് വിശ്വാസവാക്യം. നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കും. പറയുക, വിശ്വാസവാക്ക് പറയുക. ഞാൻ മരിക്കുകയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്റെ ദൈവമനെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. ഞാൻ വാലല്ല, തലയാകും. ഞാൻ താഴ്ച പ്രാപിക്കുകയില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. സമുദ്രത്തിലെ ധനം എന്റെ അടുക്കൽ ചേരും. രാജാക്കന്മാർ എന്റെ പോറ്റപ്പന്മാരും രാജ്ഞികൾ എന്റെ പോറ്റമ്മമാരുമായിട്ട് എന്റെ മുമ്പിൽ മുട്ടുമടക്കി എന്റെ കാലിലെ പൊടി നക്കും. ഞാൻ എന്നെ പകയ്ക്കുന്നവന്റെ പടിവാതിൽ അവകാശമാക്കും. എന്റെ കാൽ എന്റെ ശത്രുവിന്റെ കഴുത്തിലിരിക്കും. ശത്രുക്കളിൽ ഞാൻ എന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. നെടുകയും കുറുകയും നടക്കും. ദേശം എന്റെ അവകാശമാകും. ഞാൻ തലപൊക്കി നോക്കി, കണ്ണുകൊണ്ട് അടയാളമിടും. പട്ടണത്തിൽ അനുഗ്രഹം പ്രാപിക്കും, വയലിൽ അനുഗ്രഹം പ്രാപിക്കും, ഞാൻ പുറത്തു പോകുമ്പോൾ അനുഗ്രഹം പ്രാപിക്കും, അകത്ത് വരുമ്പോൾ അനുഗ്രഹം പ്രാപിക്കും. എന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും എണ്ണ വെക്കുന്ന ഭരണിയും അനുഗ്രഹം പ്രാപിക്കും. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഞാൻ ചെയ്തൊക്കെയും സാധിക്കും. ഞാൻ കൃതാർത്ഥനാകും. അല്പനേരം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങൾക്കായി സ്തോത്രം.
ഏൽപ്പിച്ചു കൊടുക്കാം. ആത്മാവിനെ സ്തോത്രം കർത്താവേ. സ്തോത്രം, സ്തോത്രം. അത്ഭുതങ്ങൾക്കായി, വിടുതലുകൾക്കായി സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. വിശ്വാസത്തിന്റെ വർധനയ്ക്കായി സ്തോത്രം. ഈ സംവിധാനങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ലൈവിനായി സ്തോത്രം കർത്താവേ. യൂട്യൂബിനായി സ്തോത്രം, സ്തോത്രം. സംവിധാനങ്ങൾക്കായി ടെലിവിഷൻ പ്രോഗ്രാംസിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാ നല്ല നിലവാരങ്ങൾക്കായി സ്തോത്രം. നല്ല ബന്ധങ്ങൾക്കായി സ്തോത്രം കർത്താവേ. രാജാക്കന്മാരുമായുള്ള ബന്ധത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. യെസ്, മാനിച്ചതിനായി സ്തോത്രം, സ്തോത്രം. പുതുവഴികൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, അല്പനേരം ലഭിക്കാൻ പോകുന്ന നന്മകൾക്കായി സ്തോത്രം. ലഭിക്കാൻ പോകുന്ന വിശ്വാസത്തിന്റെ വർധനയ്ക്കായി സ്തോത്രം. കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം. ദർശനങ്ങൾക്കായി സ്തോത്രം. ഉയർച്ചകൾക്കായി സ്തോത്രം. ജ്ഞാനത്തിനായി സ്തോത്രം. വെളിച്ചത്തിനായി സ്തോത്രം. പുതുവഴികൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യെസ്, വെളിപ്പാടുകൾക്കായി സ്തോത്രം. ഓ രഗനം ദനരബെകെ ഒജഗദലം ബനോരോദോകൊനം ദനരബെബെബെബെ. ഹല്ലേലൂയ. യെസ്, ആത്മാക്കളെ വിളിക്കാം. തെക്കേ വടക്കേ കിഴക്കേ പടിഞ്ഞാറ് തടുത്തു വെക്കരുത്. വിട്ടയക്കുക. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കുക. പ്രാർത്ഥിക്കാം. Heavenly Father, the great and terrible God who keeps covenant and mercy for them that love you and observe your commandments for 1,000 years. We thank this glorious day, Almighty God. We gather here together and come in agreement in the mighty name of Jesus. We have the conviction that you are the wonder-working God. We are of the conviction that, hallelujah, we declare that you are the living God. You are the mighty God. You are mighty in battle. Yes, you are the one who makes possible the impossible things. You are the omnipotent and omniscient and omnipresent God. You are the omnipotent God having unlimited powers of creation. We put our trust in you, Lord. We rely upon you, Lord. We declare that the coming moments, the upcoming moments will be awesome. In the mighty name of Jesus. Every segment, every program is going to be awesome. In the mighty name of Jesus. We feel your presence right from the beginning, Almighty God. You are here according to your promise. Where 2 or 3 are gathered in your name, there you shall be. And we believe that. We hope that. Oh, we declare that. We are going to receive. Oh, we're going to receive your power. We love you, Jesus. We love you, Jesus. We love you, Jesus. Lord, be with us this morning. Be merciful to us this morning. Be to us as a loving God. Be to us as deliverer. Be to us as the one who makes things possible. Be to us as the one who gives revelations, Almighty God. Lord, we believe that the best is yet to come. We believe that the most outstanding is about to happen. Yes, hallelujah. We claim the best in the mighty name of Jesus. Thank you for the gathering. All of us today in your presence, Almighty God. Bless each and every one of us, Almighty God. Let your word may come upon us. Lord, let your word renew us, Almighty God. Let your word create something new faith in our life, Almighty God. And we rebuke and nullify all the plans and the schemes of the devil in the mighty name of Jesus. Let everything we do today give glory to name alone. Shape us and mold us and make us perfect according to your will, Almighty God. Let your name be glorified. We do humble ourselves under the mighty hand of you, that you may exalt us in due time. In Jesus' precious name we pray. Amen and amen. Everybody say amen. ഒരുമിച്ച് എഴുന്നേൽക്കാം. നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും.
ഹല്ലേലൂയ. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. യഹൂദ ഗോത്രത്തിലെ സിംഹം, പുസ്തകം തുറപ്പാൻ യോഗ്യൻ. ഹല്ലേലൂയ. ഗോത്രത്തിലെ സിംഹം, പുസ്തകം തുറപ്പാൻ യോഗ്യൻ, രക്തം കൊണ്ടെന്നെ വിലയ്ക്കു വാങ്ങി, കുഞ്ഞാടെ നീ മാത്രം യോഗ്യൻ. ചേർന്ന് പാടാൻ കഴിയുമോ? യഹൂദ ഗോത്രത്തിലെ സിംഹം, നിന്റെ ദൈവം, പുസ്തകം തുറപ്പാൻ യോഗ്യൻ, രക്തം കൊണ്ടെന്നെ വിലയ്ക്കു വാങ്ങി, കുഞ്ഞാട് നീ മാത്രം യോഗ്യൻ. ശക്തിയും ധനവും ജ്ഞാനവും ബലം ബഹുമാനം മഹത്വം സ്തോത്രവും ലഭിക്കാൻ, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ മാത്രം യോഗ്യൻ, നീ മാത്രം യോഗ്യനേ. ശക്തിയും ധനവും ജ്ഞാനവും ബലം ബഹുമാനം മഹത്വവും സ്തോത്രവും ലഭിക്കാൻ, ഞാടേ നീ യോഗ്യൻ, നീ മാത്രം യോഗ്യൻ, യോഗ്യൻ നീയേ. മരണത്തെ എന്നേക്കും ജയിച്ചു, രക്തം കൊണ്ടെന്നെ വിലയ്ക്കു വാങ്ങി, രാജകീയ പുരോഹിതനാക്കി, കരയേണ്ട കുഞ്ഞാട് ജയിച്ചു, മരണത്തെ എന്നേക്കും ജയിച്ചു, രക്തം കൊണ്ടെന്നെ വിലയ്ക്കു വാങ്ങി, രാജകീയ പുരോഹിതനാക്കി. ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനം മഹത്വം സ്തോത്രവും ലഭിക്കാൻ, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ മാത്രം യോഗ്യൻ, നീ മാത്രം യോഗ്യനേ. ശക്തിയും ധനവും ജ്ഞാനവും ബലം ബഹുമാനം മഹത്വം സ്തോത്രവും ലഭിക്കാൻ, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ മാത്രം യോഗ്യൻ, യോഗ്യൻ നീയേ. Hallelujah. We praise God. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കാൻ തയ്യാറാകട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ. We praise God, we give you glory. നന്ദി കർത്താവേ, നീ മാത്രം ദൈവമാകുന്നു. ഹല്ലേലൂയ. പറയാമോ? അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം വരവാൻ ആരുമേയില്ല, അവനെ പോൽ ആരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല,
അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം വരവാ ആരുമേയില്ല. അവനെ പോൽ ആരാധ്യനില്ല. ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനം മഹത്വവും സ്തോത്രവും ലഭിക്കാൻ കുഞ്ഞാടേ നീ യോഗ്യൻ, നീ മാത്രം യോഗ്യൻ, നീ മാത്രം യോഗ്യനേ. ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനം മഹത്വവും സ്തോത്രവും ലഭിക്കാൻ കുഞ്ഞാടേ നീ യോഗ്യൻ, നീ മാത്രം യോഗ്യൻ, യോഗ്യൻ നീയേ. ഹല്ലേലൂയ. കർത്താവേ, നീ മാത്രം യോഗ്യൻ. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു രാജാവേ. അപ്പാ അപ്പാ പരമാർത്ഥയുടെ അടുത്ത് വരട്ടെ കർത്താവേ. ഞങ്ങളോട് മനസ്സലിയണേ കർത്താവേ. ഞങ്ങളുടെ കുറവ് ഓർക്കരുതേപ്പാ. കൃപയാൽ നീതീകരിച്ച്, കൃപയാൽ നീതീകരിച്ച്, വിശ്വാസത്താൽ നീതീകരിച്ച്, നിങ്ങളുടെ ആരാധന സ്വീകരിച്ച്, നിങ്ങളുടെ ആരാധന പ്രസാദിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു രാജാവേ. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നപ്പാ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ we give you glory, we praise you God. എല്ലാ ആദരങ്ങളും അല്പനേരം ശരണം. വീണ്ടും ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. യെസ് യെസ്, എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി. അപ്പോൾ തന്നെ യഹോവയ്ക്ക് പുതിയൊരു പാട്ട് പാടാം. അവിടെ ചേർത്ത് പാട്ട് പാടാം. 2 പാട്ടുകൾ ചേർത്ത് പാടാം. യെസ്, എൻ സങ്കടങ്ങൾ സകലതും തീർന്നു പോയി, സംഹാരദൂതനെ കടന്നുപോയി. ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. 2 പാട്ടുകൾ നമുക്ക് ഇടയ്ക്ക് പാടാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ. Come on, hallelujah. Yes. Hallelujah. Hallelujah. Praise you, God. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കുഞ്ഞാടിന്റെ വിലയേറിയാമിടത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയാമിടത്തിൽ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടാൽ, പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടാൽ. ഓ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഇനി അടിമയല്ല, ഞാൻ ഇനി അടിമയല്ല. പരമത്തിയോ ഞാൻ എന്റെനല്ല, പരമത്തിയോ ഞാൻ എന്റെനല്ല. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു. ഓ മാറായ മധുരമായി തീർക്കുമാവ്, മാറായ മധുരമായി തീർക്കുമാവ്, മാറേ വിളർന്നു ദാഹം പോകുമാവ്, മാറേ വിളർന്നു ദാഹം പോകുമാവ്. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു. മരുവിലൻ ദൈവമേ അധിപതിയെ, മരുവിലൻ ദൈവമേ അധിപതിയെ, വരും അവൻ പുതുമന്ന അതുമതി, വരും അവൻ പുതുമന്ന അതുമതി. സങ്കടങ്ങൾ സകലം തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു. മനോഹരമായി കനാൻ ദേശമേ, മനോഹരമായി കനാൻ ദേശമേ, അതേ
എനിക്കഴിയാത്തൊരവകാശം. സകലം തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നു, സംഹാരദൂതൻ എന്നെ കടന്നു. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ. കരാൻ ജീവിതം എനിക്കാനന്ദം, കരാൻ ജീവിതം എനിക്കാനന്ദമേ. സങ്കടങ്ങൾ സകലം തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നു, സംഹാരദൂതൻ എന്നെ. യഹോവയ്ക്ക് പുതിയൊരു പാട്ടുപാട, തപ്പെടുത്തു നന്നായി നല്ലവനല്ലോ തന്റെയായെന്നുമുള്ളത്. രാവിലെ തോറും അത് പുതിയതല്ലോ, നല്ലവനല്ലോ തന്റെയായെന്നുമുള്ളത്. രാവിലെ തോറും അത് പുതിയത്. അതിശയമടയ അത്ഭുതമായി ജന്മദേശത്തെന്നെ നിർത്തിയതല്ലേ. അതിശയമടയ അത്ഭുതമായി ജന്മദേശത്തെന്നെ നിർത്തിയതല്ലേ. കൃപയൊന്നു മാത്രം നോക്കിടുന്നു, കരം മുട്ടി ദിനവും തുടിച്ചിടുന്നു. കൃപയൊന്നു മാത്രം നോക്കിടുന്നു, കരം മുട്ടി ദിനവും തുടിച്ചിടുന്നു. യഹോവയ്ക്ക് പുതിയൊരു പാട്ടുപാടാം, തപ്പെടുത്തു നന്നായി നല്ലവനല്ലോ തന്റെയായെന്നുമുള്ളത്. രാവിലെ തോറും അത് പുതിയതല്ലോ, നല്ലവനല്ലോ തന്റെയായെന്നുമുള്ളത്. രാവിലെ തോറും അത് പുതിയത്. ഉറ്റവർ ഉടയം ഉപേക്ഷിച്ചപ്പോൾ ആരോടൊക്കെ അണച്ചതല്ലേ. ഉറ്റവർ ഉടയവർ ഉപേക്ഷിച്ചപ്പോൾ ആരോടൊക്കെ അണച്ചതല്ലേ. തള്ളിക്കളഞ്ഞോ തള്ളിക്കളഞ്ഞോ എന്നിൽ ചെയ്തതല്ലേ. യഹോവയ്ക്ക് പുതിയൊരു പാട്ടുപാടാം, തപ്പെടുത്തു നന്നായി നല്ലവനല്ലോ തന്റെയായെന്നുമുള്ളത്. രാവിലെ തോറും അത് പുതിയതല്ലേ. ഓ നല്ലവനല്ലോ തന്റെയായെന്നുമുള്ളത്. രാവിലെ തോറും അത് പുതിയത്. ഉത്സവ ജയകൊണ്ട കൂടാരങ്ങളിൽ ഭൂതന്മാർ കാവൽ യാത്രകളിൽ. ഉത്സവ ജയകൊണ്ട കൂടാരങ്ങളിൽ ഭൂതന്മാർ കാവൽ യാത്രകളിൽ. ഇതിൽ പരം കരുത ലഭിക്കാനുണ്ടോ? ഇതുപോലെ ദൈവം
അവന് അവിടെ ചേരും അഞ്ച സൈഡ പൂകാൻ സകല ദീപം സുഖ അവിടെ ചേരും എട്ടാലും 16 ചേരും. കരങ്ങളെ ചത്തടിച്ചാണ്. മുട്ടുകളെ ദിവസത്തിൽ മടക്കാം. ഹല്ലേലൂയ. മുട്ടുകളെ മടക്കാം ദിവസത്തില്. യാഹേ നീ എൻ്റെ ദൈവമെന്ന് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ്, യാഹേ ദൈവമാണെങ്കിൽ ഇസ്രായേലിനെ പോലെ ദൈവം നിന്നെ നടത്തും. ഒരാമയും പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. ചേർന്ന് പാടാം. യാഹേ നീ എൻ ദൈവം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തുത്യർഹ്യമേ തവ നാമം. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തുത്യർഹ്യമേ തവ നാമം, സ്തുത്യർഹ്യമേ തവ നാമം. ആഴിയെന്നോർത്തില്ല ആഴമാറാൻ, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല ആഴമാറാനില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയരേ സമുദ്രത്തിൻ നടുവിൽ, എൻ വിളി കേട്ടുപിൻ വരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയരേ സമുദ്രത്തിൻ നടുവിൽ, എൻ വിളി കേട്ടുപിൻ വരുവാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തുത്യർഹ്യമേ തവ നാമം, സ്തുത്യർഹ്യമേ തവ നാമം. അലറും നീ ആഴിയിൽ അലയധികാരം, തോന്നുന്നു ഭീതിയൻ ഹൃദിവാരം. അലറും നീ ആഴിയിൽ അലയധികാരം, തോന്നുന്നു ഭീതിയൻ ഹൃദിവാരം. പാദങ്ങൾ ആഴത്തിൽ താഴുപോകാതെ എന്തുക മദീന. പാദങ്ങൾ ആഴത്തിൽ താഴുപോകാതെ എന്തുക മദീന. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ എന്നും ഞാൻ. സ്തുത്യർഹ്യമേ തവ നാമം, സ്തുത്യർഹ്യമേ
സ്തുത്യർഹ്യമേ തവ നാമം. എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാനസ്തി കൂടങ്ങൾ കാണുന്നു ഞാനസ്തി കൂടങ്ങൾ ഭീകര നീയൻ നിന്നെയെന്നും ഞാൻ സ്തുത്യർഹ്യമേ തവ നാമം. സ്തുത്യർഹ്യമേ തവ നാമം. സ്തുത്യർഹ്യമേ തവ നാമം. കരങ്ങളെ ഉയർത്തി വീഴ്ച ഉത്സാഹത്തോടെ. Come on. Please be seated. ഇല്ല, വീണ്ടും എഴുന്നേൽക്കാം. വിശ്വാസവാക്ക് പറയാം. വീണ്ടും എഴുന്നേൽക്കാം. പറയുക, യേശുവിന്റെ നാമത്തിൽ അസ്ഥികൾ ജീവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കോശങ്ങൾ ജീവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹൃദയം പിടച്ച് വികസിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനാവശ്യ കൊഴുപ്പുകൾ ഉരുകി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മുഖത്ത് വെളിച്ചമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ശ്വാസകോശ ഭിത്തികൾ ബലപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹൃദയം പിടച്ച് വികസിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനാവശ്യ കൊഴുപ്പുകൾ ഉരുകി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ അവയവങ്ങൾക്കും പുതുക്കമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉള്ളത് 1000 മടങ്ങായി വർദ്ധിക്കട്ടെ. ഉള്ള സന്തോഷം, ഉള്ള സമാധാനം, ഉള്ള എല്ലാ നന്മകളും 1000 മടങ്ങായി വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉള്ളത് 1000 നന്മയായി രൂപാന്തരപ്പെടട്ടെ. അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുതുക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നന്മയുടെ അതിരുകൾ യേശുവിന്റെ നാമത്തിൽ വിസ്താരം. സ്തുതിയുടെ അതിരുകൾ യേശുവിന്റെ നാമത്തിൽ വിസ്താരം. കാഴ്ചപ്പാടിന്റെ, ദർശനത്തിന്റെ, വെളിപ്പാടിന്റെ അതിരുകൾ യേശുവിന്റെ നാമത്തിൽ വിസ്താരമാണ്. എല്ലാ ദുഷ്ട പ്ലാനുകളെയും യേശുവിന്റെ നാമത്തിൽ റദ്ദ്. യേശുവിന്റെ ജീവന്റെ ബലം, യേശുവിന്റെ ഞരമ്പുകളുടെ ബലം, യേശുവിന്റെ കോശങ്ങളുടെ ബലം. Please be seated. ഹല്ലേലൂയ. സകല പുകഴ്ചയ്ക്കും സ്തുതിക്കും ഇതേ ഉന്നതമായിരിക്കുന്ന യേശു കർത്താവിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇത് ഫെയ്ത്ത് ആൻഡ് പവർ ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, ഫെയ്ത്ത് ആൻഡ് പവർ ചർച്ച് എന്നറിയപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇവിടുത്തെ അടിസ്ഥാന ഘടകം എന്താണ്? ദൈവത്തിലുള്ള ആഴമായ വിശ്വാസമാണ്. ഒരു സത്യമായ വേലയാണ്. മനുഷ്യ സഹായത്താലല്ല ഇത് മുന്നോട്ട് പോകുന്നത്. പ്രസ്ഥാനങ്ങളുടെയോ സംഘടനകളുടെയോ മതങ്ങളുടെയോ സായിപ്പിന്റെയോ സഹായത്താലല്ല ഇത് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ദൈവത്തിന്റെ സഹായത്താൽ മാത്രം. ഓരോ ദിവസവും ദൈവം തുറക്കുന്ന അസാധാരണ വഴികൾ. ഞാൻ പാടാറുണ്ട്, വാതിലുകളൊന്നും അടയുകയില്ല, വല്ലഭൻ പുതുവഴി. ആ പാട്ട് വേറെ വിധത്തിലാണ് ആ പാട്ടുകാരൻ എഴുതിയത്. പക്ഷെ ഞാൻ പാടുന്നത് അങ്ങനല്ല. വാതിലുകളെല്ലാം അടഞ്ഞിടലും പുതുവഴി തുറക്കുന്ന ആ പാട്ടുകാരൻ എഴുതിയത്. പക്ഷെ ഞാൻ തിരുത്തി പാടും. കാരണം അവിശ്വാസം പാടാൻ ഞാൻ തയ്യാറല്ല. ഞാനിപ്പോഴും പോസിറ്റീവാണ്. ആരെങ്കിലും അവിശ്വാസം പറഞ്ഞെങ്കിൽ അവന്റെ പുറകെ അവിശ്വാസം പറഞ്ഞു പോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഉയരണം, എനിക്ക് മാനിക്കപ്പെടണം, എനിക്ക് അത്ഭുത വിഷയമായി മാറണം. അങ്ങനെയാണ് ഇതുവരെ, ഇനി അങ്ങനെയാണ്. കാര്യം എന്താണ്? എന്റെ ദൈവം വിശ്വാസത്തിന്റെ നായ. ഞാൻ പാടുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. വാതിലുകളൊന്നും
അടയുകില്ല. വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകളൊന്നും അടയുകില്ല. വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. എന്റെ ഒരു വാതിലും അടയത്തില്ല. പക്ഷെ നീ ആയിട്ട് കൊട്ടി അടയ്ക്കരുത്. അവിശ്വാസം പറഞ്ഞ്, നെഗറ്റീവ് പറഞ്ഞ്, മനുഷ്യരിൽ ആശ്രയിച്ച്, ദൈവത്തിൽ അന്യപ്പെട്ടു പോയി, പ്രാർത്ഥനാ സ്വഭാവം കുറച്ച്, വിശ്വാസം നഷ്ടപ്പെടുത്തി, വചനവായന ഇല്ലാതെ ലോകമയത്വങ്ങളിലേക്ക് പോയി നീയായിട്ട് നിന്റെ നന്മയെ നഷ്ടപ്പെടുത്തരുത്. നീയായിട്ട് വാതിലുകൾ കൊട്ടി അടയ്ക്കരുത്. ദൈവം ഒരിക്കലും നിന്നെ തകർക്കത്തില്ല. ഒരു നാളും നിന്നെ കൈവിടുകയില്ല. അവൻ നിന്നെ ഓരോ ദിവസവും കരം പിടിച്ച് പക്ഷേ നിന്റെ നാവിൽ ദൈവം വലുതായിരിക്കണം. യെസ്, നമുക്ക് അനേകം കാര്യങ്ങൾ കേൾക്കാം. വിശ്വാസത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. ഇന്ന് വിശ്വാസത്തിൻ്റെ ഒരു നായകനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വിശ്വാസ വീരൻ എന്നൊക്കെ പറയാം. അബ്രഹാമിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. അബ്രഹാം ഉയർത്തപ്പെടാനുള്ള കാരണങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്കും അതുപോലെ ഉയരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ തന്നെ അല്പനേരം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയമെടുക്കാം. എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന, അല്ലേ? ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. ദൈവമായുള്ള ബന്ധത്തിൽ വന്ന ഇടിവ് പരിഹരിച്ചുകൊണ്ട് ആ ഇടിവിൽ നാം കയറി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാൻ ഇപ്രകാരം പറയുന്നു, അനേകര് പേരിൽ വിശ്വാസികളാണ്, പക്ഷേ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രാർത്ഥനയില്ല, വചനധ്യാനമില്ല. അവർ സ്നാനപ്പെട്ടതുകൊണ്ട് എല്ലാമായി, മാലയും വളയും ഊരിയതുകൊണ്ട് എല്ലാമായി, വെള്ളയുടുപ്പ് ധരിച്ചതുകൊണ്ട് എല്ലാമായി എന്ന് ചിന്തിച്ച് മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നവരാണ് അധികം വിശ്വാസികൾ. അതല്ല വേണ്ടത്. ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി പോകണം. അവിടെയാണ് നമ്മുടെ വിജയം. ദൈവം നമ്മോട് സംസാരിക്കണം. ഓരോ ദിവസവും അബ്രഹാം എന്ന പദവിയിലേക്ക്, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മകൻ എന്ന പദവിയിലേക്ക് നാം ഉയർന്നു വരണം. ഒരാമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ. അത് സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ളത്. നമുക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് കർത്താവെ മനസ്സലിയണേപ്പ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യേകിച്ച് ഈ കോവിഡ് വല്ലാത്ത ഭാരമുണ്ടാക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അത് പിന്നെയും വർദ്ധിക്കുന്നതായിട്ടാണ് കേൾക്കുന്നത്. സങ്കടകരമായ കാര്യമാണ്. കർത്താവ് മനസ്സലിയട്ടെ. ഹല്ലേലൂയ. കർത്താവ് മനസ്സലിയട്ടെ. കർത്താവിന് ഒരുപാട് പദ്ധതിയുണ്ട്. കർത്താവിന് കഴിയും. ദൈവം ചെയ്യട്ടെ. ചില യോനാമാരെ പൊക്കിയെടുത്ത് വെള്ളത്തിൽ കളയാൻ കർത്താവ് ഇടയാക്കട്ടെ. അപ്പോൾ ഈ കപ്പലിന്റെ ആട്ടം, ഈ കടൽക്ഷോഭവും നിൽക്കും. കർത്താവിന്റെ വ്യവസ്ഥ വിട്ട് ദുരുപദേശങ്ങളിലേക്ക്, കള്ളപ്രവചനങ്ങളിലേക്ക്, കീമാവലിയിലേക്ക് പോകുന്ന യോനാമാരെ പൊക്കിയെടുത്ത് വെള്ളത്തിയിട്ട് ഈ മഹാമാരി അവസാനിക്കും. ആരോട് പറയാൻ? ആര് കേൾക്കാൻ? മറ്റു പല മാർഗങ്ങളാണ് പലരും നോക്കുന്നത്. ഇത് പറഞ്ഞാലൊന്നും എവിടെ ഏക്കത്തില്ല, എറിക്കത്തില്ല. ഇതാണ് സത്യം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാം. കർത്താവ് മനസ്സലിഞ്ഞ് ഈ മഹാമാരിയെ മാറ്റിക്കളയട്ടെ. കരുണ തോന്നട്ടെ, ദയ തോന്നട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുപോലെ പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താണ്? നമ്മുടെ കുടുംബങ്ങളിലൊന്നും ഇത് ഭാരമായി തീരരുത്. ഇതുവരെ അങ്ങനെയാണ്, അല്ലേ? ഇത്രയും ഈ കോവിഡ് കാലത്ത് ഇത്രയും ആനുകൂല്യം കിട്ടിയ മറ്റൊരു സഭയില്ല. അതിന്റെ ആഴങ്ങൾ ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഈ കോവിഡ് അല്പം ശാന്തമായിട്ട് ഞാൻ പറയും. അതിന്റെ ആഴങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല. അല്പം കഴിഞ്ഞിട്ട് ഞാനത് പറയും. അത് കേട്ടാൽ നിങ്ങൾ കരഞ്ഞ് ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന്റെ വിധങ്ങൾ, വഴികൾ, ഓരോ ദിവസവും എങ്ങനെയൊക്കെയാണ് സഭ മുമ്പോട്ട് പോയത്, അതിന്റെ ആഴങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ കരഞ്ഞ് ദൈവത്തെ സ്തുതിക്കും. അതുപോലെ നിങ്ങളുടെ ഭവനങ്ങളിൽ എന്താണ് ദൈവം ചെയ്തത്? പലപ്പോഴും നമ്മൾ കൂളായിട്ടിരിക്കുന്നു, നമുക്കൊരു ടെൻഷനും ഇല്ല. എന്നാൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് പുറം ലോകം കാണാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അറിയാമോ? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നാൽ 3-4 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കത്തുള്ളത്.
എവിടെ വെക്കും? ഇരുത്തിലി വെക്കും, പട്ടിക്കൂടിന് വെളി വെക്കും. 3-4 ദിവസമേ എടുക്കത്തുള്ളൂ. ഭയം ഭയം ഭയം. എന്നിട്ടും കോവിഡ് പിടിച്ചു. അതാ രസം. അവര് പറയാ പറന്നു വന്ന് പിടിച്ചെന്ന്. ഞാൻ കേട്ടതാ. എങ്ങനെ വന്നു? ഞങ്ങൾക്ക് ഒരു സമ്പർക്കവും ഇല്ല, മീൻകാരനെ പോലും അടുപ്പിക്കാറില്ല, ഇത് പറന്നു വന്ന് പിടിച്ചു. നമ്മളോ എന്തെല്ലാം കാര്യങ്ങൾക്ക് പുറത്തു പോകണം. നമുക്ക് എത്ര പ്രാവശ്യം ആലയത്തിൽ വന്നു, മാർക്കറ്റുകളിൽ പോയി, ഇല്ലേ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്, ഡോക്ടർമാരുണ്ട്. കോവിഡിന്റെ ഇടയിൽ കിടന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്കെല്ലാം പറയാനൊക്കത്തില്ല. അല്പ ദിവസം കഴിഞ്ഞ് അത് പറയും. ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? ഒരു കാര്യം ഉറപ്പാണ്, അസാധാരണ നന്മയാണ്, അസാധാരണ ആനുകൂല്യമാണ് നാം സ്വീകരിച്ചത്. മറ്റൊന്നും കൊണ്ടല്ല, കൃപയാൽ കൃപയാൽ സത്യസഭയെ ദൈവം പരിപാലിച്ചു. ഉണർവ് കേന്ദ്രം ലേബൽ എഴുതിയ പല സഭകളും മരണകേന്ദ്രങ്ങളായി അതപ്പതിച്ചു. ദുഃഖത്തോടെ പറയുകയാണ്, കൃപയാൽ സത്യസഭയെ ഉയർപ്പിന്റെ സഭയായി ഇനിയും അത് അപ്രകാരം തന്നെയാണ്. നമ്മൾ യഹോവയിൽ പ്രശംസിക്കുന്നു, കഴിവിലല്ല. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പാസ്റ്റർ എപ്പോഴും ബ്രസ്റ്റ് മിൽക്കിന്റെ കാര്യം പറയല്ലേ. നമ്മൾ കുടിച്ച ബ്രസ്റ്റ് മിൽക്കിന്റെ മികവല്ല, അത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. പലരുടെ വിചാരം എന്താണ്, കൊച്ചിലെ കുടിച്ച ബ്രസ്റ്റ് മിൽക്കിന്റെ മികവ് കൊണ്ടാണ് ഇത്രയും രോഗപ്രതിരോധ ശക്തി കിട്ടിയെന്ന്. ഒന്നുമല്ല, കർത്താവ് നമ്മളെ പരിപാലിച്ചു, രോഗങ്ങളെ അകറ്റിക്കളഞ്ഞു. രാമൻ പറഞ്ഞാട്ടെ. വീണ്ടും അപ്രകാരം സംഭവിക്കട്ടെ. യേശുവിന്റെ അധികം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ കർത്താവ് ആരോഗ്യ പ്രവർത്തകരോട്, ഗവൺമെന്റിനോട് മനസ്സലിയട്ടെ, ശാപങ്ങൾ മുറിയട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് ആർക്കും ഒരു ഹാനിയും വരാതെ, നമ്മളോട് പ്രാർത്ഥന വിഷയം പറഞ്ഞവർക്കും നമ്മുടെ ചുറ്റുപാടിലും ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ പ്രാർത്ഥനാ വിഷയമാണ്. നമ്മുടെ ആലയത്തിന് ചുറ്റുപാടും, നമ്മുടെ ആലയം ഒരു അനുഗ്രഹമാണെന്ന് ലോകം അറിയണം. അത് അല്പം താമസിച്ചാലും അവരറിയും. ഒരമ്മയും പറഞ്ഞാട്ടെ, അവർ ചിന്തിക്കും, എന്താണ് അവിടെ മാത്രം ഇന്ന് അടുക്കാത്ത, എന്താണ് ചിന്തിക്കും. അത് സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ എന്താണ്? ദൂരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഒരു പ്രാർത്ഥനാ വിഷയം ഒരു മാന്യ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. നമ്മുടെ ഷെറിബായി, ആഫ്രിക്കയിലുള്ള ഷെറിബായി വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്ലേസ്മെന്റ്, അദ്ദേഹത്തിന് ഇപ്പോൾ ആയിരിക്കുന്ന കമ്പനിയിൽ നിന്ന് ഒരു വിടുതൽ വേണം, അതിൻ്റെ ആനുകൂല്യം ലഭിക്കണം. അപ്പോഴത്തെ ഒരു നല്ല കമ്പനിയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ താല്പര്യപ്പെടുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെയും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വിസ ലഭിക്കണം. എല്ലാം കർത്താവ് അത്ഭുതകരമായി ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ ഒരുപാട് വ്യക്തികൾ പല രാജ്യങ്ങളിലായിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയവും പേരും പറയാൻ നമുക്ക് സമയം പോരാ. എന്നാൽ കർത്താവിനറിയാം, നമ്മളെ സഹായിക്കുന്നവരുണ്ട്. നമ്മൾ നിർബന്ധിച്ചിട്ടല്ല, ബ്രെയിൻ വാഷ് ചെയ്തിട്ടല്ല, കർത്താവ് പറഞ്ഞിട്ട്, ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണ് നമ്മുടെ സപ്പോർട്ടേഴ്സ് എല്ലാം. അവരെ തകർക്കാനോ ഒതുക്കാനോ ആർക്കും കഴിയത്തില്ല. അവരോട് ബന്ധപ്പെടാൻ പോലും ആർക്കും കഴിയത്തില്ല. അതാണ് എൻ്റെ പ്രത്യേകത. കാരണം ദൈവം തുറന്ന വഴികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ബാധ്യതയുണ്ട്, ഒബ്ലിഗേഷൻ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ കർത്താവ് പരിപാലിക്കട്ടെ. അവർക്ക് അമർത്തി കുലുക്കി കവിയുന്നൊരളവ് മാർവിടത്തിൽ കർത്താവ് കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൂരസ്ഥന്മാർക്ക് വേണ്ടി പല രാജ്യങ്ങളായിട്ട് നമ്മുടെ മിത്രങ്ങൾ, ബന്ധുക്കൾ, നമ്മുടെ ചർച്ചക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ സഹവിശ്വാസികളുണ്ട്. അവരെല്ലാം കർത്താവ് നന്നായി പരിപാലിക്കട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമേരിക്ക, ന്യൂയോർക്ക്, അതുപോലെ തന്നെ ന്യൂസിലാൻഡ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ഇസ്രായേൽ, അതുപോലെ തന്നെ കാനഡ. ഒരു പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കർത്താവ് തന്നു. നമ്മുടെ അലമോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അലമോന് ഒരു പ്ലേസ്മെന്റിന് വേണ്ടി കർത്താവ് ഒരു ജോലിയിൽ അവന് പ്രവേശനം കൊടുത്തു. സൂപ്പർവൈസറായിട്ട് അവന് പ്രവേശനം കൊടുത്തു. കർത്താവ് അത് നിലനിർത്തട്ടെ. അതിനേക്കാൾ വലിയ ജോലിയിലേക്ക് പോകുവാൻ, അത് മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുവാൻ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കൃപ കർത്താവിന് കൊടുക്കട്ടെ. നമ്മൾ ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി സ്വീകരിക്കുന്നവരാണ്. ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന ഒരു പ്രാർത്ഥനയും നമ്മുടെ സഭയിലില്ല. നിങ്ങൾ നോക്കുക, ഓരോ കുടുംബങ്ങളിൽ ഗതികെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ ചുമ കാണും, കൊച്ചു പനി കാണും, ഇതൊക്കെ, അല്ലെങ്കിൽ വായുവിൻ്റെ കോപം കാണും. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ല.
അല്ലാതെ മാറാരോഗമൊന്നും നമുക്ക് ആർക്കും ഇല്ല കേട്ടോ. എത്ര നന്നായിട്ടാണ് കർത്താവ് നമ്മളെ പരിപാലിക്കുന്നത്. എത്ര സ്തുതിച്ചാൽ മതിയാകും. ഞാൻ പറയാറുണ്ട്, ഈ കാലയളവ് ഒന്നും നേടാനുള്ള കാലയളവല്ല, പുലർത്തപ്പെടാനുള്ള കാലയളവാണ്. അതിജീവനത്തിന്റെ കാലയളവാണ്. പാസ്റ്ററെ ജോലിയില്ല, പാസ്റ്ററെ ഒന്നും നേടാൻ കഴിയുന്നില്ല, പാസ്റ്ററെ സേവിങ്സ് ഇല്ല, പാസ്റ്ററെ ജീവിച്ചു പോകാൻ ആഹാരമുണ്ടോ? പരിപാലിക്കപ്പെടാൻ അല്പം കഴിയുമ്പോൾ കൊയ്ത്തു വരുന്നുണ്ട്. ചുമറുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ ഒക്കൂ. നീ ഒരു ചുമറാണ്. കർത്താവ് ചിത്രം വരയ്ക്കും, പക്ഷേ ചുമർ അവിടെ വേണം. അതാണ് അതിജീവനം, പരിപാലനം, മറികടക്കൽ. ഒരു വലിയ കൊയ്ത്തു വരുന്നു. മറികടക്കാൻ കഴിയുന്നെങ്കിൽ അത് വലിയ ദൈവസഹായം. ഒരാമേൻ പറഞ്ഞാട്ടെ. അതിജീവിക്കാൻ കഴിയുന്നെങ്കിൽ അത് വലിയ ദൈവസഹായം. ഒന്നും വേണ്ട പറ്റുന്നു. യെസ്, പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കേണ്ട കാര്യം ഭവനപടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നടക്കാൻ പോകുന്ന കല്യാണങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാകട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചാണ് ഓരോ കല്യാണവും മനോഹരമാക്കുന്നത്. നമ്മുടെ കല്യാണങ്ങളിൽ രാജാക്കന്മാർ മാത്രമേ പങ്കെടുക്കാവൂ. നീചന്മാരും കള്ളന്മാരും ഒന്നും പങ്കെടുക്കാൻ പാടില്ല. അത് നിർബന്ധമായ കാര്യമാണ്. അവനെ കർത്താവ് ഓടിക്കണം. വിലയുള്ളവൻ എന്ന് പറഞ്ഞാൽ പണമിൽ പാവപ്പെട്ടവൻ പങ്കെടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. പണക്കാർ മതി, പാവപ്പെട്ടവരൊന്നും ഒരിക്കലും ചിന്തിക്കരുത് അങ്ങനെ. ആരാണ് നീചൻ? പാവപ്പെട്ടവനല്ല, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവൻ, അസൂയ പിടിച്ചവൻ. അവനൊന്നും അടുക്കരുത്. വിലയുള്ളവൻ വരണം. കല്യാണങ്ങളിൽ വിലയുള്ളവൻ വരണം. വിലയുള്ളവൻ ആരാണ്? വിലയുള്ളവൻ ദൈവത്തിൽ ആഴമായ വിശ്വാസമുള്ളവൻ. അവൻ വന്നിരുന്നാൽ അവിടെ അനുഗ്രഹം പ്രാപിക്കും. അത് കാണാനൊരു മനോഹാരിതയാണ്. ഹല്ലേലൂയ. പക്ഷേ അവനെ ആർക്കും വേണ്ട. വിശ്വാസമുള്ളവനെ ആർക്കും, പണമുള്ളവനെ മതി. ലോകത്തിന് പണമുള്ളവനെ മതി, ലേബലുള്ളവനെ മതി, പദവിയുള്ളവനെ മതി. ദൈവത്തിന് ആവശ്യം ദൈവത്തിൽ വിശ്വാസം. പക്ഷെ എന്നും അടിമത്തമല്ല, എന്നും ഒതുക്കലല്ല, എന്നും താല്പര്യമില്ലായ്മയല്ല. വിശ്വാസമുള്ള അബ്രഹാമിനെ ദൈവം ഉയർത്തും. പ്രഭുവായിട്ട്, ദൈവത്തിന്റെ സ്നേഹിതനായിട്ട്, ബഹുജാതികൾക്ക് പിതാവായിട്ട്. എന്നും അടിമത്തമല്ല, എന്നും തള്ളിക്കളയലല്ല, എന്നും വിടക്കെണ്ണലല്ല. വലിയ വിടുതൽ വരുന്നുണ്ട്, വലിയ കൊയ്ത്ത് വരുന്നുണ്ട്. അത് സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള തള്ളിക്കളഞ്ഞോർ വന്നു വിളിക്കും. സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരം നാം പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കേണ്ട വിഷയം എന്താണ്? വയസ്സുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ധന്യമായ ഭാവി നമ്മുടെ ഓരോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കട്ടെ. അതുപോലെ കല്യാണപ്രായമായ കുഞ്ഞുങ്ങളുണ്ട്. അധികം പേരൊന്നുമില്ല, കുറച്ച് പേരുണ്ട്. അവർക്ക് പ്രായം കഴിഞ്ഞിട്ടൊന്നുമില്ല, പ്രായത്തിലേക്ക് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുവരെയും കർത്താവ് താമസിച്ചൊന്നും ചെയ്തിട്ടില്ല. ഒരാമയും പറഞ്ഞാട്ടെ. എല്ലാം തക്ക സമയത്താണ് ചെയ്തിട്ടുള്ളത്. ഈ സഭയിൽ വെളിപ്പെട്ട സമയം എന്താണ്? തക്ക സമയമാണ്, ഡ്യൂ സീസൺ. അതുകൊണ്ട് ആരും ഭാരപ്പെടേണ്ട. നിന്റെ തക്ക സമയം വരുന്നതേ ഉള്ളൂ. അത് എത്തിയിട്ടില്ല, അത് കഴിഞ്ഞിട്ടുമില്ല. ഒരമയം പറഞ്ഞാട്ട്. ആ തക്ക സമയം തക്ക സമയത്ത് വെളിപ്പെടും. അപ്പൊ പ്രാർത്ഥിക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കേണ്ട വേറെ വിഷയമുണ്ടോ? പ്രാർത്ഥിക്കാം. പിന്നെ എന്താണ്? അലക്സ് ബായുടെ ഭവനം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യെസ്, പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പട്ടണത്തിന് നടുവിൽ ഒരു ആലയം വേണം. പട്ടണത്തിന് നടുവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. പക്ഷേ കോടികൾ അനാവശ്യമുണ്ട്. കർത്താവ് എൻ്റെ വഴികൾ തുറക്കുകയാണ്, എനിക്കറിയാം. ഹല്ലേലൂയ. ഇവിടെ ആലയം ഉണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും പട്ടണം നടുവിൽ നമുക്ക് ഒരു ഓഡിറ്റോറിയം വേണം. അതിനകത്ത് നമുക്ക് ഓപ്പൺ മീറ്റിങ്സ് വേണം. അത് നമുക്ക് വരുമാന മാർഗവുമായിട്ടും നമുക്ക് അത് സ്വീകരിക്കണം. അതൊക്കെ കർത്താവ് ചെയ്യും. കാര്യം നമ്മുടെ ആലയത്തിന് വരുമാനം വേണം, അല്ലേ? എന്നും ആൾക്കാരെ നോക്കിയിരിക്കാൻ ഒക്കത്തില്ല നമുക്ക്. എന്നും ഇങ്ങനെ മനുഷ്യനെ ആശ്രയിപ്പാൻ നമുക്ക് താല്പര്യമില്ല. ഇന്നും മനുഷ്യരെ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ് എങ്കിൽ പോലും നമുക്ക് ഈ പട്ടണം നടുവിൽ ഒരു വലിയ ഓഡിറ്റോറിയം നമുക്ക് വേണം.
കർത്താവ് അതിശീഘ്രമായി എൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കും. അത് കണ്ണായ സ്ഥലത്ത്. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് യഹോവയാൽ സംഭവിച്ചു. ഞാൻ പലപ്പോഴും ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ അതിശയിക്കാറുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ആ ദൈവത്താൽ. ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കിയ ദൈവത്താൽ. ദൈവത്തിന് സ്ഥലമോ അല്ലെങ്കിൽ ദൈവത്തിന് സ്ഥല പരിമിതി ഒന്നും വിഷയമല്ല കേട്ടോ. ദൈവം പണിഞ്ഞതാണ്. ദൈവത്തിന് പെർമിഷനും വേണ്ട കേട്ടോ. അതാണ് ഈ ആലയത്തിൻ്റെ അതിൻ്റെ തെളിവ്. ആലയ തെളിവാണ് അതിന്. രാമൻ പറഞ്ഞാട്ട് ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരു തടസ്സവുമില്ല. സുവിശേഷത്തിനോ ബന്ധനമില്ല. പ്രാർത്ഥിക്കാം, സമയങ്ങൾ നീട്ടിക്കളയുന്നില്ല. പ്രാർത്ഥിക്കാം. വിലപ്പെട്ട ദൂതുകൾ കേൾക്കാനുണ്ടല്ലോ. പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണടയ്ക്കാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന, അത്ഭുതങ്ങളെ ചെയ്യുന്ന അത്ഭുത മന്ത്രിയെ, വീര്യം പ്രവർത്തിക്കുന്ന വീരനാം ദൈവമേ, ലോകത്താകമാനമുള്ള ദൈവ ഭക്തന്മാരോട് ചേർന്ന് കരങ്ങളെ കോർത്തു പിടിച്ചുകൊണ്ട് ഒരുമനപ്പെട്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മനസ്സലിയണമേ. ദേശത്തോട് മനസ്സലിയണേപ്പാ. ഈ കോവിഡിനെ അകറ്റി ഒരു ചാൻസ് ലോകത്തിന് കൊടുക്കണേപ്പാ. നിനക്ക് കഴിയും കർത്താവേ, നിനക്ക് കഴിയുമപ്പാ. അപ്പാ ഒരു പ്രവൃത്തി അങ്ങ് ചെയ്യണേ കർത്താവേ. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവേ, യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന കർത്താവേ, മഹാമാരിക്ക് പരിഹാരമായി മനസ്സലിഞ്ഞൊരു പ്രവൃത്തി ചെയ്യണേ കർത്താവേ. ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവേ. അപേക്ഷ സ്വീകരിച്ച് അത്ഭുതം ചെയ്യണം. വീണ്ടും പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുടുംബങ്ങളിലൊക്കെയും അസാധാരണ സൗഖ്യങ്ങൾ, അസാധാരണ വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ. ഒരു കുടുംബം പോലും ഭാരപ്പെടുവാൻ ഇടയാകരുത്. അപ്പോൾ തന്നെ കർത്താവിന്റെ പരിപാലനം മനസ്സിലാക്കി വേഗത്തിൽ വില കൊടുത്താലെത്തി വരാൻ എല്ലാവർക്കും കൃപ കൊടുക്കണേ അപ്പാ. ഓൺലൈൻ കണ്ടുകൊണ്ടിരിക്കാനല്ല കർത്താവ്, ഈ അവസരം കർത്താവ് ഒരുക്കിയതാണ്. നീ എന്നെ പരിപാലിച്ചു, നന്ദിയുള്ളവനായിരിക്കണം എന്ന ചിന്തയോടുകൂടെ കർത്താവ് വേഗത്തിൽ വില കൊടുത്ത് നേരത്തെ വന്ന് കുത്തിയിരിക്കുവാൻ, അപ്പാ നേരത്തെ വന്ന് കവിണ്ണു വീഴുവാൻ, നേരത്തെ വന്ന് കർത്താവ് സാഷ്ടാംഗം നമസ്കരിക്കുവാൻ, നേരത്തെ വന്ന് വിധേയപ്പെടുവാൻ, നേരത്തെ വന്ന് നെടുമ്പാട് വീഴുവാൻ ജനത്തെ സഹായിക്കണേ കർത്താവേ. ആരും ഈ നന്മയെ തിരിച്ചറിയാതെ പിന്മാറി പോകല്ലേപ്പാ. ഈ സത്യസഭയുടെ ആനുകൂല്യം മനസ്സിലാക്കാതെ മാറിപ്പോകല്ലേപ്പാ. അപ്പോ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും സൗഖ്യവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ദൂതന്റെ സഹായം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. ഉള്ളതിനെ വർദ്ധിപ്പിക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനും പുതുക്കുവാനും കൃപ ലഭിക്കട്ടെ കർത്താവേ. ഇന്ന് ദൂതകൾ ഏറ്റവും അനുഗ്രഹമാകട്ടെ കർത്താവേ. കല്യാണങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ പച്ച. കുഞ്ഞുങ്ങൾക്ക് നല്ല ധന്യമായ ഭാവി കൊടുക്കണം. ഭവന പണികൾ ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ട് ഭവനമില്ലാത്ത ഭവനങ്ങളെ കൊടുക്കണം കർത്താവേ. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ. എല്ലാം നല്ലതാകട്ടെ. എല്ലാം ഉയർന്ന നിലവാരം പുലർത്തട്ടെ കർത്താവേ. ഗ്രാഫുയരങ്ങളിലേക്ക് പോകട്ടെ. ജുഡാരകമ്പനാറിത കുഞ്ഞുങ്ങളെയും വയസ്സവരൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച. ദൂരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പച്ച. പ്രത്യേകമായി ശ്രീബായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. നല്ല പ്ലേസ്മെന്റ് തക്ക സമയത്ത് കൊടുത്ത് വിസ കൊടുത്ത് മാനിക്കണം. നീ അനുഗ്രഹിക്കണം. നീ ആർക്കും കടക്കാരനല്ലല്ലോ, നീ മാനിക്കണം. അലസ്ബായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ഭവനം നല്ല വിലക്ക് വിൽക്കുവാൻ സ്വർഗമിടയാക്കണം. ആരെങ്കിലും ഞങ്ങളുടെ സഭയിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ മറുപടി ലഭിക്കട്ടെ കർത്താവ്. ഈ ഓൺലൈനിൽ കേൾക്കുമ്പോൾ തന്നെ കർത്താവ് അത്ഭുതം അവർക്ക് വേണ്ടി ചലിപ്പിക്കപ്പെടട്ടെ. ചെയ്തനായി സ്തോത്രം കർത്താവേ. ശ്രേഷ്ഠമായ ദൂതുകൾ വെളിപ്പാടുകൾ പുറപ്പെട്ടിരുന്നായി സ്തോത്രം കർത്താവേ. വിശ്വാസത്തിന്റെ വർധനയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ലോകത്താകമാന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സത്യസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പച്ച. പരിപാലിക്കണം, ഉയർത്തണം, മാനിക്കണം. എല്ലാം തിരുനാമത്തിൽ മഹത്വമാകട്ടെ. യേശു നാമത്തിനെ ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ദൈവ വചന കേൾവിക്കായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സഭയിൽ നമ്മൾ ഓരോ ദിവസവും വളരുകയാണ്. എങ്ങനെയൊക്കെയാ വളരുന്നത്? ആരാധിച്ചു വളരുന്ന, വചനം കേട്ട് വളരും. വചനം എന്താണ്? അത് ക്രിയകൾ, വൻക്രിയകൾ ചെയ്യുന്ന ഒരു സംവിധാനമാണ്.
വചനം ദൈവമാണ്. വചനം കേൾക്കാൻ പോകുന്നു അല്ലെങ്കിൽ വചനം കേൾക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നാം ദൈവത്തെ സ്വീകരിക്കാൻ പോകുന്നു. വചനം എൻ്റെതല്ല, ദൈവത്തിൻ്റെതാണ്. ഞാൻ ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ എന്താ പറയാം, ഒരു ഉപകരണമാണ്. നമുക്കറിയാം, ഉച്ചഭാഷണിയിലൂടെ ആ ശബ്ദം ഉച്ചത്തിൽ കേൾക്കുന്നു. ആ ഉച്ചഭാഷിണി ഒരു ഉപകരണമാണ്. TV മാധ്യമങ്ങളിലൂടെ നാം കേൾക്കുന്നു. ആ TV ഒരു ഉപകരണമാണ്. റേഡിയോ ഒരു ഉപകരണമാണ്. എവിടെയോ ഇരുന്ന് പറയുന്ന വാക്കുകൾ മൈലുകൾക്കകലിരുന്ന് നാം കേൾക്കുന്നു റേഡിയോയിലൂടെ. അപ്പോൾ ആ റേഡിയോ എന്താണ്? ആ വചനം എത്തിക്കുന്ന ഒരു ഉപകരണമാണ്. TV വചനം എത്തിക്കുന്ന ഒരു അതുപോലെ കർത്താവിൻ്റെ വചനം എത്തിക്കുന്ന ഒരു ഉപകരണം. അപ്പോൾ ഈ ഫാനൊന്ന് കറക്കണം. ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ. അല്ലാതെ മഹത്വം ഒന്നും സ്വീകരിപ്പാൻ യോഗ്യനല്ല ഞാൻ. മഹത്വമെല്ലാം ആർക്കാണ്? പിതാവ്, പുത്ര, പരിശുദ്ധാത്മ ദൈവത്തിനാണ്. കരങ്ങളെ നീട്ടാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദാനമായി നൽകിയ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു. സൗഖ്യമാക്കുവാൻ അങ്ങയുടെ കരം നീട്ടുന്നതിനാലും അങ്ങയുടെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനാലും അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിപ്പാൻ അങ്ങയുടെ ദാസന് കൃപ നൽകണം. മഹത്വമെല്ലാം നിനക്കിരിക്കട്ടെ, യേശു നാമത്തിൽ ആമേൻ. വേദപുസ്തകം വലത്തെ കയ്യിൽ പിടിക്കാം. വിശ്വാസ പ്രഖ്യാപനം പറയുക. ഞാൻ കേൾക്കാൻ പോകുന്നത് ദൈവത്തിന്റെ വചനം, യേശു കർത്താവിന്റെ വചനം, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം. അതെനിക്ക് ജീവൻ തരും, അതിനെ രൂപാന്തരപ്പെടുത്തും. വചനത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും. വചനത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും. വചനത്താൽ ഞാൻ സമൃദ്ധിയായി അനുഗ്രഹം പ്രാപിക്കും. കരങ്ങൾ. വേദപുസ്തകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എല്ലാവരും മറുപടി കൊടുക്കും: അബ്രഹാം. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്നറിയപ്പെട്ടു. ആര്? അബ്രഹാം. എങ്ങനെ? ദൈവത്തിൽ ആഴമായ വിശ്വാസമുള്ളതുകൊണ്ട്. നീയും ദൈവത്തിൽ ആഴമായ വിശ്വാസം വെച്ചാൽ, അല്ലെങ്കിൽ ആഴമായ വിശ്വാസം ദൈവത്തിൽ ഉണ്ടെങ്കിൽ നീ ആരാണ്? ദൈവത്തിന്റെ സ്നേഹിതനാണ്. ഹല്ലേലൂയ. വീണ്ടും അബ്രഹാം ബഹുജാതികൾക്ക് പിതാവെന്ന് അറിയപ്പെട്ടു. വീണ്ടും യഹൂദന്മാരുടെ പിതാവെന്നും അറിയപ്പെടുന്നത് അബ്രഹാമാണ്. ലോകത്ത് 3 മതങ്ങൾ വളരെ വില കൊടുക്കുന്ന അല്ലെങ്കിൽ മാനിക്കുന്ന ഒരു പേരാണ് അബ്രഹാം. ഒരു പിതാവാണ്. ഏതൊക്കെ മതങ്ങളാണ്? യഹൂദ, മുസ്ലിം, ക്രിസ്ത്യൻ. 3 മതങ്ങൾ. അപ്പോൾ അബ്രഹാം എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം ഒരു സന്തോഷമാണ്. കാര്യം എന്താണ്? ഒരു നല്ല മാതൃക അല്ലേ? എല്ലാത്തിനും ഒരു യേശുവിനെ കാളല്ല, യേശുവിനെ അല്പം കുറച്ച് അല്ലേ? യേശുവിനേക്കാളല്ല, ഒരിക്കലും അവനെ ഉപരിയായിട്ടല്ല. യേശുവാണ് ഏറ്റവും നല്ല മാതൃക. യേശുവാണ്. യേശു കഴിഞ്ഞാൽ അല്ലേ, പിതാവ്, പുത്ര, പരിശുദ്ധാത്മ ദൈവം കഴിഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൽ കാണുന്ന ഒരു മാതൃകാ പുരുഷൻ വേണമെങ്കിൽ അബ്രഹാം എന്ന് പറയാം. ദാവീദിനേക്കാൾ ഒരമ്മയും പറഞ്ഞാട്ട്. ഓക്കെ. അപ്പോൾ അബ്രഹാം എല്ലാ കാര്യത്തിലും മാതൃകയായിരുന്നു. അവരൊരു നല്ല നിലവാരത്തിലേക്ക് ഉയർന്നു വന്നു. നിങ്ങൾ വിചാരിക്കും അബ്രഹാം പണ്ട് ഒരു ക്രിസ്ത്യാനി ആയിരുന്നു അല്ലെങ്കിൽ യഹൂദനായിരുന്നു, നിങ്ങൾ ചിന്തിക്കും. അല്ല, അബ്രഹാം ഒരു വിഗ്രഹാരാധിയായിരുന്നു. നിങ്ങൾ കൂടെ കേൾക്കാറുണ്ട് അബ്രഹാം വിഗ്രഹാരാധിയാണ്. വാക്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെങ്കിലും? ബൈബിളിൽ അബ്രഹാം വിഗ്രഹാരാധിയായിരുന്നു അല്ലെങ്കിൽ അന്യദൈവങ്ങളെ സേവിച്ച് നടന്നു എന്നുള്ള വാക്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ അപൂർവമായിട്ട് ആ വാക്യത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ. പക്ഷെ സത്യം അതാണ്. ആ വാക്യം ഒന്ന് വായിക്കാം. എന്താണ് ആ വാക്യം? നോക്കാം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 2-3 വാക്യങ്ങൾ
വായിക്കേണ്ട ഒരു വാക്യമാണത്. യോശുവയുടെ പുസ്തകം 24 അധ്യായം 2-3 വാക്യങ്ങൾ ഒന്ന് വായിക്കും. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു. മതി കേട്ടോ, അതാണ് ഏക തെളിവ്. അബ്രഹാമിന്റെ കുടുംബം വിഗ്രഹങ്ങളെ സേവിച്ച് നടന്ന കുടുംബമാണ് എന്നുള്ള തെളിവ് എന്താണ്? ഈ വാക്യമാണ്. അല്ലെങ്കിൽ അന്യ ദൈവങ്ങളെ സേവിച്ചു. ആരാണ്? അബ്രഹാമിന്റെ പിതാവായ തേരഹ്, നദിക്കക്കരെ. എവിടെയാണ് അബ്രഹാമിന്റെ വീട്? ഊർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ ഇറാഖിന്റെ ഭാഗമാണത്. ഇറാഖിലുള്ളൊരു പട്ടണമാണ് ഊർ. അവിടെ നിന്നാണ് ദൈവം എന്ത് ചെയ്തത്? കനാൻ നാട്ടിലേക്ക് അവനെ കൊണ്ടുവന്നത്. ഇറാഖിൽ നിന്നാണ് കനാൻ നാട്ടിലേക്ക് പാലും തേനും ഒഴുകുദേശത്തെ അവനെ കൊണ്ടുവന്നു. അപ്പോൾ അബ്രഹാം എല്ലാത്തിനും ഒരു മാതൃകയാണ്. നല്ല നിലവാരത്തിലേക്ക് അബ്രഹാം ഉയർന്ന് വരുവാനിടയാണ്. എവിടെ നിന്ന്? വളരെ താഴേക്കിടയിൽ നിന്ന്. അതാണ് വ്യക്തമായി നാം ബോധ്യപ്പെടേണ്ടത്. നിങ്ങളെപ്പോലെ എന്ന് പറയാം അല്ലേ? ഇവിടെ ഇരിക്കുന്ന മിക്കവരും വിഗ്രഹങ്ങളെ സേവിച്ച് നടന്നവരാണ് അല്ലേ? ശരിയാണ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന മിക്കവരും, ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികൾ പോലും പണ്ട് വിഗ്രഹങ്ങളെ സേവിച്ച് നടന്നവരാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്കും അബ്രഹാമിനെ പോലെ ഉയരാം. ഞങ്ങൾ ആരാ പാസ്റ്റർ? ഞങ്ങള് അന്യമതക്കാരും, ഞങ്ങള് ജാതി കുറഞ്ഞവര്. നോ, നിങ്ങളെപ്പോലെ ആയിരുന്നു അബ്രഹാം ഒരിക്കൽ. ഇന്ന് അവൻ വിശ്വാസികളുടെ പിതാവാണ്. ഫാദർ ഓഫ് നേഷൻസ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യ അല്ല. ഇന്ത്യയുടെ പിതാവ് ആരാണ്? നമുക്കറിയാം, മഹാത്മാഗാന്ധി അല്ലേ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്തായി കരുതുന്നു? ഇന്ത്യയുടെ പിതാവായിട്ട്. പക്ഷേ അബ്രഹാം ആരാണ്? സകല രാജ്യങ്ങളുടെയും പിതാവാണ്. ഫാദർ ഓഫ് നേഷൻസ്. സകല ജാതികളുടെയും രാജാവാണ്. സകല വംശങ്ങളുടെയും രാജാവാണ്. ഹല്ലേലൂയ. ഈ ഒരു നല്ല അനുഗ്രഹത്തിലേക്ക് ഉയർന്നു വരാൻ കാരണമായ ക്വാളിറ്റികൾ എന്താണ്? അത് പഠിക്കാം നമുക്ക്. ഒന്നാമത്തെ കാര്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1 വാക്യം. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, മതി. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, അതിന്റെ അർത്ഥം എന്താണ്? ദൈവ ശബ്ദം കേൾക്കുന്നവനായിരുന്നു അബ്രഹാം. മനുഷ്യ ശബ്ദങ്ങൾക്ക് പിന്നാലെയല്ല, ദൈവ ശബ്ദത്തിന് പിന്നാലെയാണ് ആര്? അബ്രഹാം. ഇന്നത്തെ പോലെ ബൈബിളോ, ഇന്നത്തെ പോലെ ടെലിവിഷൻ പ്രോഗ്രാമോ, ഇന്നത്തെ പോലെ ബിനു ജോസ് ചാക്കോയോ, ഇന്നത്തെ പോലെ റെയ്നാഡ് ബോങ്കയോ ഒന്നുമുള്ള കാലമല്ല. വഴികാട്ടാൻ, ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, കാഴ്ചപ്പാട് കൊടുക്കാൻ ഒരു സംവിധാനമില്ലാത്ത കാലയളവിൽ അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവ ശബ്ദം കേൾക്കുവാൻ തയ്യാറായി. നമ്മൾ ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളം കൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ? അല്ലേ? നമ്മളത് ഒന്ന് ചിന്തിക്കണം. പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്, കണ്ണുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്, കാലുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്, അപ്പോൾ തന്നെ വാ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്, മൂക്കുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി, ചെവി കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. പക്ഷേ ഇത് നമ്മളെ ആ ഹൃദയം കൊണ്ട് അല്ലെങ്കിൽ അകത്തെ മനുഷ്യനെ കൊണ്ട് ചെയ്യുന്നൊരു കാര്യമായിട്ട് പണ്ട് മുതൽക്കേ നമുക്ക് തോന്നാറുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? കണ്ണടയ്ക്കും. അതാരാ പഠിപ്പിച്ച്? എവിടെ എഴുതിയിരിക്കുന്നത് കണ്ണടച്ച് പ്രാർത്ഥിക്കണമെന്ന്? ബൈബിളുണ്ടോ കണ്ണടച്ച് പ്രാർത്ഥിക്കണമെന്ന്? ഒരിടത്തും എഴുതിയിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ വാക്യം കൊണ്ട് പറഞ്ഞു കേട്ടോ, പറയണം കേട്ടോ.
ഞാൻ അത്ര വലിയ മികവൊന്നുമുള്ള ആളൊന്നും അല്ല, എല്ലാം കാച്ചിക്കുറുക്കി ഒന്നും വെച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തരണം, ഇതിനകത്തുണ്ടെങ്കിൽ പറയണം. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടയ്ക്കണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ടോ? കൈകൂപ്പണമെന്ന് പറയുന്നുണ്ടോ? പക്ഷെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? കൈകൂപ്പും, കണ്ണടയ്ക്കും. കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയാമോ? പുറത്തേക്കുള്ള വാതിൽ അടയ്ക്കും, അകത്തെ വാതിൽ തുറക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു നിലവാരത്തിലേക്ക് നാം വരണം. അതൊരു വലിയ കാഴ്ചപ്പാടാണ്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ പറയാറുണ്ട്, പരസ്യമായി പ്രാർത്ഥിക്കാൻ ഒരു വിശ്വാസവും വേണ്ട. നല്ല വാചകം കിട്ടിയാൽ, നല്ല വാക്യങ്ങൾ കിട്ടിയാൽ പരസ്യമായിട്ട് കത്തിച്ചു വിടാം. കത്തിച്ചു വിട്ട പല പാർട്ടികളും കത്തിപ്പോയ എനിക്കറിയാം. കത്തിപ്പോയി, വെറും നികിഷ്ടരായി മരണപ്പെട്ടു. എനിക്കറിയാം. കത്തിച്ചു വിടുന്ന ആൾക്കാർ എനിക്കറിയാമായിരുന്നു പണ്ട്. കത്തിച്ചു വിട്ട അമ്മച്ചി എനിക്കറിയാം, ഒരു ഗുണവും കിട്ടിയില്ല. എൻ്റെ ഒരു പേരമ്മ ഉണ്ടായിരുന്നു. കത്തിച്ചു വിട്ടാം അമ്മ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കണ്ട സ്വർഗം താഴെ വരും. രണ്ട് കൈ അങ്ങോട്ട് കുത്തി എങ്ങനെ ഇപ്പോഴും എനിക്ക് ഒക്കത്തില്ലത്. മുട്ട് മടക്കിയിട്ട് രണ്ട് മുട്ടുകൊണ്ട് തറയെ മുട്ടിക്കും. എന്നിട്ട് കൈ ഇവിടെ വെക്കും. എങ്ങനെ ഇപ്രകാരം ഈ ഇവരുണ്ടല്ലോ നമ്മുടെ ഈ വലിയ പിള്ളേരൊക്കെ ഇത് കാണിക്കുമല്ലോ, എന്തായാലും പറഞ്ഞേ, ജിംനാസ്റ്റിക് കാണിക്കുന്ന പിള്ളേർക്ക് പോലും കഴിയാത്ത കാര്യം അമ്മ ചെയ്യും. വളഞ്ഞ കൈ തറയെ കുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നതോ കരഞ്ഞാ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അകമോ അഴുക്ക് പിടിച്ച് ഇതുപോലെ അഴുക്കശ്രീ വേറെയില്ല. ദ്വാര, ദ്രവ്യാഗ്രഹം, കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുക, കുടുംബങ്ങളെ ചേർക്കാൻ ഭിന്നിപ്പിക്കുക, അവരുടെ വസ്തു അടിച്ചു മാറ്റുക, വളരെ വളരെ ദാരുണം. അകം മൊത്തം അഴുക്കുക. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര കമ്പില്ല. ആ കരച്ചിൽ കേട്ട ആ സ്വർഗം താഴെ ഇറങ്ങി വരും. ആ കുടുംബം ശപിക്കപ്പെട്ടു പോയി. അവരും അകാല മരണങ്ങള്, ദാരുണ മരണങ്ങള്, പ്രായം തികയാതുള്ള അനവസരത്തിലുള്ള ആപത്തുകൾ എല്ലാം ആ കുടുംബത്തെ നാശം. കുഞ്ഞുങ്ങളില്ലാത്ത നിലവാരങ്ങള്, ഭാവിയില്ലാത്ത നിലവാരങ്ങള്, ഇപ്പോഴും പിച്ചക്കാരെ പോലെ കഴിയുന്നത്. കോടികളുടെ ആസ്തിയുണ്ട്, അനക്കാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞത് ആ പ്രാർത്ഥന കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല. കാര്യം എന്താണ്? ദൈവത്തിൽ വിശ്വാസമുള്ളൊരു പ്രാർത്ഥനയായിരുന്നില്ല. അകത്തെ നല്ല നിലവാരങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നില്ല. പുറമേ ഒരു ഭയങ്കര, അത് വളരെ സാധാരണമാണ്, അത് ചെയ്യാൻ ആർക്കും കഴിയും. പക്ഷെ അകമേ ഒരു പ്രാർത്ഥനാ ജീവിതം, അകത്തു നിന്ന് ഉയരുന്നൊരു പ്രാർത്ഥന, അത് ഡെവലപ്പ് ചെയ്താൽ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചതുപോലെ നിന്നോട് സംസാരിക്കും. ഞാൻ പറഞ്ഞത് വളരെ ആഴമേറിയ കാര്യമാണ്. ഇങ്ങനെയാണ് ഭക്തന്മാർ അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ളത്. അതിനാണ് പ്രാർത്ഥനാമുറി ഒരുക്കുന്നത്. സമയം വേർതിരിച്ച് മുട്ടുമടക്കി ദൈവത്തോട് സംസാരിക്കുകയാണ്. ഇപ്രകാരം വായിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ട് ഇരിക്കത്തില്ല. ചിലപ്പോൾ ഒരു വാക്കായിരിക്കും 1 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നത്. പക്ഷെ അത് മതി, ആ ഒരു വാക്ക് മതി, അതിനെ മാറ്റി മറിക്കും. ആ ഒരൊറ്റ വാക്ക് മതി. ഞാൻ കൂടെ കേൾക്കുന്നൊരു വിശ്വാസം, ദൈവത്തിന്റെ ശബ്ദമുണ്ട്. പലപ്പോഴും പ്രാർത്ഥിച്ചങ്ങോട്ട് തീരാറാകുമ്പോഴായിരിക്കും കേൾക്കുന്നത്, മോനെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. പലപ്പോഴും കേൾക്കാറുണ്ട്, മോനെ ഇതുവരെയെങ്കിലും പ്രാർത്ഥിച്ച് എവിടെയെങ്കിലും പോയപ്പോൾ കാര്യങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ഈ ആവലാതിയും ആകുലതയൊക്കെ ഉള്ളവരാ. നടക്കുമോ, ഞാൻ പോകുമ്പോൾ നടക്കുമോ കാര്യം, അവിടെ ആരുണ്ട് എനിക്ക് സഹായിപ്പാൻ, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവാത്മ പറയാ, മോനെ ഇതുവരെയെങ്കിലും പ്രാർത്ഥിച്ച് പോയ ഏതെങ്കിലും കാര്യം നടക്കാതിരുന്നിട്ടുണ്ടോ? ശരിയാണ്, ഒരു കാര്യവും നടക്കാതിരുന്നിട്ടില്ല. മല പോലുള്ള വിഷയങ്ങൾ വിശ്വാസത്തോടെ ഇറങ്ങുമ്പോൾ ഒരു കൊച്ചരി പോലും മടങ്ങി വരട്ടെ.
അബ്രഹാം ഉയർത്തപ്പെടാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി ദൈവ ശബ്ദം കേൾക്കുന്നവനായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഉയരാൻ താല്പര്യമുണ്ടോ? അടിച്ചമർത്തുന്ന ഒരു കൂട്ടം പേർ ചുറ്റുപാടുമുണ്ടാകട്ടെ, വിടക്കുന്നുള്ളവരുണ്ടാകട്ടെ. ഒരു സഹായവും ഒരിടത്തൊന്നും വേണ്ട, ഒരു പ്രസ്ഥാനവും വേണ്ട, ഒരു സംഘടനയും വേണ്ട. ഉയരാം, മുട്ടുമടക്ക്, ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്ക, ഉള്ളം ദൈവസന്നിധിയിൽ പകര്. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഉള്ളം ദൈവസന്നിധിയിൽ പകര്. ദൈവം നിന്നോട് സംസാരിക്കും. അത് നിന്റെ ഉയർച്ചയുടെ ഒന്നാമത്തെ പടിയായിരിക്കും. ദൈവം പറഞ്ഞു, മോനെ, നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അതിനകത്ത് വലിയ അർത്ഥം കിടപ്പുണ്ട് കേട്ടോ. ദൈവം പറയുന്നില്ല മോനെ അമേരിക്കയിലേക്ക് പോ, അല്ലെങ്കിൽ കനാൻ നാട്ടിലേക്ക് പോ പറയുന്നുണ്ട്. അവിടെ കനാൻ നാടെന്ന് പറയുന്നില്ല. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. അത് പറയുമ്പോൾ തന്നെ അത് സ്വീകരിക്കാനുള്ള കാര്യം എന്താണ്? അത് പറയുന്നത് ദൈവമാണ് എന്ന വിശ്വാസമാണ്. മനസ്സിലായോ? വഴി കൂടെ വന്ന് പിച്ചക്കാരൻ വന്ന് പറയാ, വാടേ ഒരു നല്ല ജോലി എടുത്ത് തരാം എന്ന് പറയാൻ നിങ്ങൾ പോവൂ. ഷർട്ടെല്ലാം കീറി 5 വയസ്സേക്ക് വകയില്ലാത്ത ഒരുത്തമെന്ന് പറയാ, എൻ്റെ കൂടെ വാ, നല്ലൊരു ജോലിയുണ്ട് തരാം, നല്ലൊരു കളക്ടർ പണിയുണ്ട് തരാം, വാ. നിങ്ങൾ പറയും അല്ലേ പറയത്തില്ലേ? അതേസമയം നാളെ രാവിലെ ഒരു കോള് വരിക, അനിൽ അംബാനിയുടെ. ഹലോ, ആനന്ദാണോ? അതെ ആനന്ദാണ്. ആരാ? ഇത് അംബാനിയാ. ഏതംബാനി? അനിൽ അംബാനി. ചിലപ്പോ അതേ ഇരുന്നു. ഉദാഹരണം പറയുകയാണെ, അവനേക്കാൾ വലുതാണ് നമ്മുടെ ദൈവം, അത് വേറെ കാര്യം. അനിൽ അംബാനിയാണ്. നാളെ നേരെ രാവിലെ ഒരു 8 മണിക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അത് ബോംബെക്ക് വന്ന ഫ്ലൈറ്റാണ്. അതിൽ കറങ്ങി പോരെ. ഇവിടെ ഒരു സൂപ്പർവൈസറുടെ ഒരു തസ്തികയുണ്ട്. അതിനകത്ത് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. മാസം 2 ലക്ഷം രൂപ വരും ശമ്പളം. സ്വന്തമായിട്ട് വീട്, ഫ്ലാറ്റ്, കാറ്. നിങ്ങൾ പോകുമോ പോകാതിരിക്കുമോ? നിങ്ങളെന്ത് പറയും? നിങ്ങൾ അവിശ്വസിക്കും അല്ലേ? കാര്യം എന്താണ്? ഇതാരോ കളിപ്പിക്കാനാണ്. ആദ്യം നോക്കും ഏപ്രിൽ ഫുള്ളാണോ, ഏപ്രിൽ 1 ആണോ, ഇത് നോക്കും അല്ലേ? പക്ഷേ പിന്നെയും അത് പറയും. വിശ്വാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാ പണിയും മാറ്റി വെച്ച് നാളെ എന്ത് ചെയ്യും? ബോംബെക്ക്. കാരണം പ്ലെയിൻ ടിക്കറ്റ് അയച്ചിരിക്കുക. അതുപോലെ അബ്രഹാം മനസ്സിലാക്കി, എന്നെ പുറപ്പെടുവിക്കുന്നത് ദൈവമാണ്. ആ ഒരു വലിയ വിശ്വാസം. ദൈവം തരുമ്പോൾ അസാധാരണമായി തരുന്നു. ദൈവം തരുമ്പോൾ അളവ് കൂടാതെ, ദൈവം തരുമ്പോൾ സമൃദ്ധിയായി, ദൈവം തരുമ്പോൾ ചോദിക്കുന്നതിനും വിതയ്ക്കുന്നതിനും അത്യന്തം പരമായി. ഞാനിപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. അമേരിക്കയിലെ ഒരു ബോർഡ്, ഹാൻഡ്ഫുൾ ഓഫ് സ്വീറ്റ്സ് ഫ്രീ. എന്താണ്? ഒരു കൈ നിറയെ മുട്ടായി ഫ്രീ. നല്ല കൂടിയ മുട്ടായിയുടെ പേരൊക്കെ ഇട്ടുണ്ട്. ഇത് കണ്ട മാത്രം എന്ത് ചെയ്തു? ആൾക്കാരെല്ലാം ഓടിക്കൂടി ക്യൂ നിൽക്കുക. ക്യൂ. നീഗ്രോ ഉണ്ട്, മംഗോളിയനുണ്ട്, ചൈനക്കാരനുണ്ട്, ഇന്ത്യക്കാരനുണ്ട്, ഏടി പൊക്കോളവനുണ്ട്, കുള്ളനുണ്ട്, പിള്ളേരും കൊണ്ട് ക്യൂ നിൽക്കുക. ഹാൻഡ് ഫുൾ ഓഫ് എന്ന് പറഞ്ഞാൽ 2 കൈയും കെട്ടിക്കാട്ടിയാൽ 2 കൈക്കകത്ത് മുട്ടായി ഫ്രീ ആയിട്ട് കൊടുക്കും.
ഒരു കൊച്ചു പയ്യൻ ഒരു വലിയ 7 അടി പൊക്കമുള്ള ഒരു നീഗ്രോയുടെ ബാക്കിൽ നിൽക്കുക. അവനാണെങ്കിൽ മുമ്പിലൊന്നും കാണാൻ നോക്കുന്നില്ല. കാര്യം എന്താ, ഈ ഒരു 6 അടി വീതിയുണ്ട്, 7 അടി പൊക്കമുണ്ട്, അവന് കാണാൻ നോക്കുന്നില്ല. അവനിങ്ങനെ നോക്കും, അടുക്കാറായോ മുട്ടായി, അടുക്കാറായോ, കൈയിടങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കയ്യിലേക്ക് നോക്കും. എന്നിട്ട് ആ നീഗ്രോയുടെ കയ്യിലേക്ക്, നീഗ്രോയുടെ കൈ എന്തുവാ, പോളക്കീറ് പോലെ ഇത്രയുള്ള കൈ, വിരലിനൊക്കെ ആണെങ്കിൽ ഇത്രയും വീതിയുണ്ട്. കൈ വെച്ച് കഴിഞ്ഞാൽ ഒരു ടൺ മുട്ടായകത്ത് കയറും. അവൻ നോക്കുമ്പോൾ ഒരു കൈ കൊച്ചു. അവനെ പതുക്കെ തോണ്ടി, നീഗ്രോ, നിങ്ങൾ മുട്ടായി എടുത്ത് കഴിയുമ്പോൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എൻ്റെ പേരിൽ നിങ്ങൾ കൈ കാണിക്കണം. കാര്യം എന്നറിയാമോ, അവന് മനസ്സിലായി, അവൻ കൈ നീട്ടിയാൽ കൂടിപ്പോയാൽ 4-5 മുട്ടായി അതിനകത്ത് വേണത്തുള്ളൂ. നീങ്ങനെ കൈ നീട്ടിയാൽ ഒരു 50-60 മുട്ടായി അതിനകത്ത് കയറും. ദൈവം തന്നാലുണ്ടല്ലോ ദാഹവും വിശക്കും. ദൈവം തന്നില്ലെങ്കിൽ എന്താ, എണ്ണിച്ചുട്ടപ്പം പോലെ എന്നും കീമാ വേല, എന്നും കൃത്രിമം വേണം. ദൈവം കൊടുക്കാത്തവന് അവസാന നിമിഷം വരെ കൃത്രിമം കാണിക്കാതെ, തട്ടിപ്പ് കാണിക്കാതെ ഒരു ചെറിയ നന്മ പോലും കിട്ടും. നന്മയെന്ന് പറയാൻ ഒക്കത്തില്ല. അത് അവൻ്റെ ശരീരത്തെ നിർജീവമാക്കും, പൊട്ടിയൊലിക്കും. ദൈവം തന്നാൽ അളവ് കൂടാതെ. ഒന്ന് കൈ കാണിച്ചേ, ദൈവം തന്നാൽ സമൃദ്ധിയായി. കൈ കാണിച്ചേ. ദൈവം തന്നാൽ ചോദിക്കുന്നതിലും നിനക്ക് അത്യന്തം പരമായി. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ. ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? എന്ന് പറഞ്ഞാൽ ആരും അറിയാത്ത അനുഗ്രഹം, ഇതുവരെ കേൾക്കാത്ത അനുഗ്രഹമാണ് തരാൻ പോകുന്നത്. അല്ല, ഒരു കണ്ണ് കണ്ട് നിറയത്തില്ലെന്ന്, ഒരു ചെവി കൊണ്ട് കേട്ട് തികയത്തില്ലെന്ന്, ഒരു മനുഷ്യനിൽ ഒതുങ്ങത്തില്ലെന്ന്. മനസ്സിലായോ? ഒരാളുടെ കാഴ്ചയ്ക്കൊരു പരിധിയുണ്ട്, ഒരാളുടെ കേൾവിക്കൊരു പരിധിയുണ്ട്, ഒരാൾക്കൊരു പരിധിയുണ്ട്. ആ പരിധിക്കനുസരിച്ചല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. അതാ, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവിക്ക്, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ 800 കോടി ജനം കൂടെ ചേർന്ന് നോക്കിയാലും അതിനപ്പുറത്തുള്ള അനുഗ്രഹമാണ് ദൈവം. ഒന്ന് കരം ചേർത്തടിക്കാൻ കഴിയുമോ? അബ്രഹാം ദൈവ ശബ്ദം കേൾക്കുന്നവനായിരുന്നു. മുമ്പോട്ട് പോകാം. രണ്ടാമത്തെ കാര്യം, ദൈവ ശബ്ദം കേട്ടത് അനുസരിക്കുന്നവനായിരുന്നു. 4-ാം വാക്യം വായിച്ചേ. അതേ പുസ്തകം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. മതി. നമ്മളൊക്കെ ദൈവശബ്ദം കേൾക്കാറുണ്ട്, പക്ഷെ എന്ത് ചെയ്യില്ല, അനുസരിക്കാറില്ല, അല്ലേ? അവിടെ വായിക്കുന്നു, ദൈവം കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. വിശ്വാസത്തിന്റെ ചുവട് എന്തായിത്തീരും, എങ്ങനെ ആയിത്തീരും, എവിടേക്കാ പോകുന്നത്? ആര് സഹായിക്കും? എങ്ങനാ കുലദൈവങ്ങളെ വിട്ട്, കുടുംബത്തെ വിട്ട്, ചർച്ചക്കാരെ വിട്ട്, സഹോദരങ്ങളെ വിട്ട്, ഉള്ള സമ്പത്തിനെ വിട്ടു പോവുകയാണ്? എങ്ങനെ ആയിത്തീരും? ഞാൻ എപ്പോഴും പറയാറുണ്ട്, അബ്രഹാം പോകുമ്പോൾ വീട് കൂടെ കൊണ്ടുപോയോ? കൊണ്ടുപോകാൻ നോക്കൂ. സ്ഥലം കൂടെ കൊണ്ടുപോകാൻ നോക്കൂ. ഇന്നാണെങ്കിൽ സ്ഥലം എഴുതി വെച്ചിട്ട് പ്രമാണം കൊണ്ടുപോവാം, അന്നങ്ങനെ വല്ലതും ഉണ്ടോ? വിട്ടുപോവുക. വീട് കൊണ്ടുപോകാൻ നോക്കൂ. ഇന്ന് കൊണ്ടുപോവാം, ഇളക്കി കൊണ്ടുപോകുന്ന വീടുണ്ട്. ഒരു വീട് മൊത്തം ഇളക്കി കൊണ്ടുപോകാം കേട്ടോ. ഇപ്പൊ അതിന് സംവിധാനമുണ്ട്, കണ്ണേറിന് കൊണ്ടുപോകാം. പക്ഷെ അങ്ങനെ ഒക്കെ വന്ന് അപ്പൊ പരിമിതപ്പെട്ട സമ്പത്തുമായിട്ടാണ് അവിടുന്ന് പുറപ്പെട്ടത്. അപ്പോൾ തന്നെ സ്ഥായിയായിട്ട് സമ്പത്തുള്ള മനുഷ്യൻ, നല്ല നിലവാരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യൻ അങ്ങനെ പുറപ്പെടണമെങ്കിൽ അതിനേക്കാൾ വലുത് കിട്ടും എന്ന വിശ്വാസം വേണ്ടേ? ഒരു അമേൻ പറഞ്ഞാട്ടെ. നിങ്ങളൊക്കെ
പിച്ചക്കാരായിട്ടൊന്നും ജീവിച്ചവരല്ല കേട്ടോ. നിങ്ങളൊക്കെ ആവശ്യത്തിന് ആഹാരമില്ല, പട്ടിണി കിടന്ന ആരെങ്കിലും ഉണ്ടോ? പട്ടിണി കിടന്ന് വഴി കിടന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ ആരും ഇരിപ്പില്ല. എല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായ സംഗതികളെല്ലാം ഉണ്ടായിരുന്നു, അല്ലേ? പട്ടിണിയില്ലാതെ ജീവിക്കുന്നവരായിരുന്നു നിങ്ങളല്ല. പക്ഷേ നിങ്ങളുടെ കുലദൈവങ്ങളെയും നിങ്ങളുടെ സംവിധാനങ്ങളെയും പാരമ്പര്യത്തെയും വിട്ട് നിങ്ങൾ പുറപ്പെട്ടു. എന്താ വിശ്വാസം? ശ്രേഷ്ഠമായത് ദൈവം തരും. അപ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് സമ്മിശ്ര വികാരമാണ്, അല്ലെങ്കിൽ പലരും പറഞ്ഞ പല നെഗറ്റീവ് വാക്കുകളുണ്ട്. എവിടെ പോവുക? കുടുംബത്തെ വിട്ട്, കുലദൈവങ്ങളെ വിട്ട് എവിടെ പോവുക? ആര് സഹായിക്കും? മോടെ കല്യാണം വരുമ്പോഴേ എവിടുന്ന് കിട്ടും ചെറുക്കൻ? എവിടെ താമസിക്കും? എവിടെ അടക്കും? മോനാ കൊള്ളാം, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരരുത്. ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ. കാര്യം എന്താണ്? നിങ്ങൾക്ക് അവരുടെ ആവശ്യമുണ്ടാകത്തില്ല, അവർക്ക് നിങ്ങളുടെ ആവശ്യം. ഞാൻ എപ്പോഴും പറയും ഒരു കാര്യം ചിന്തിക്കാറുണ്ട്. ഞാൻ പാരമ്പര്യ നിലവാരങ്ങളിൽ നഷ്ടപ്പെട്ടും കഷ്ടപ്പെട്ടും കിടന്ന അവസ്ഥയിൽ നിന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ട് പുറപ്പെട്ടതാണ്. പലരും ചോദിച്ചു എവിടെ പോവാ? ഒരു രായനുണ്ടായിരുന്നു, തടി എന്താ അപ്പൂസ് എന്നാണ് വിളിക്കുന്ന ആള്. അയാൾ എൻ്റെ സൈക്കിൾ തടഞ്ഞു നിർത്തി ചോദിച്ചു എവിടെ പോവാ? പാരമ്പര്യ സഭയോട്ട് എവിടെ പോവാ? എവിടെ പോയാലും ഗുണം പിടിക്കത്തില്ല. അവൻ അടുത്ത വർഷം ചിന്തളഞ്ഞു പോയി. ദൈവം എന്നെ മാനിച്ചു. ഞാൻ പുറപ്പെടുന്നത് ദൈവശബ്ദം കേട്ടാണ്. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ഇവിടെ ഒരു കള്ളപ്രവാചനെ വിട്ടു. അയാളെന്ന് പറഞ്ഞു വേറെ മടങ്ങി വരണം, അല്ലെങ്കിൽ ശിക്ഷാവിധി കിട്ടും. ഇന്നായിരുന്നു ഞാൻ അവനെ ഓടിച്ചേനെ. അന്ന് ഈ പ്രവാചകൻ എന്ന് പറഞ്ഞ അവരെ കള്ളന്മാരെ തിരിച്ചറിയാനുള്ള കഴിവ് അത്ര ആയിട്ടില്ല. ഇവന്മാർ കള്ളന്മാരാണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഇങ്ങനെ ഈ അല്പ പണത്തിന് വേണ്ടി നടക്കുന്നവർ കള്ളപ്രവാചകനാണെന്ന് അറിയാനുള്ള കഴിവ് വന്നില്ല. കാര്യം അന്ന് പാരമ്പര്യ സഭകളിൽ ഇവന്മാരെ ഭയങ്കരമായിട്ട് ഭയപ്പെടും. കാര്യം ഇവർ വന്നാണ് അവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഇവനൊരു പിരിവ് നടത്തി അവിടുന്ന് പൈസ മേടിച്ച് അവിടുന്ന് കുറച്ച് പൈസ പാസ്റ്റർക്കും കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ, തട്ടിപ്പുകൾ. അതുകൊണ്ട് എല്ലാവർക്കും പാസ്റ്ററേക്കാൾ പേടി ആരെയാണ്? കള്ളപ്രവാചകനെ. വല്ല വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാണക്കേടല്ലേ. അവൻ വിളിച്ചു പറയും. കാര്യം എന്താ? ഇച്ചിരി ധൈര്യമൊക്കെ ഉള്ളവനായിരിക്കും ഈ കള്ളപ്രവാചകനായിട്ട് ഇറങ്ങുന്നത് കേട്ടോ. അതെപ്പോഴും ഓർത്തോളണം. അല്പം ധൈര്യമുള്ളതായിരിക്കും. പക്ഷെ അവസാനം അടിയും മേടിക്കും, അവസാനം ചീഞ്ഞളിഞ്ഞ് പോവുകയും ചെയ്ത് വേറെ കാര്യം. അപ്പോൾ ഇവരെയൊക്കെ ഭയപ്പെട്ടിരുന്ന കാലത്താണ് പുറപ്പെടുന്നത്. പക്ഷേ ആ കള്ളപ്രവാചകനെ നോക്കി ഞാൻ പറഞ്ഞു, അന്ന് ഒരു സഭയിൽ പോയി ആരാധിക്കുക മാത്രം, വേറൊരു സംവിധാനവുമില്ല. ഞാൻ പറഞ്ഞു ഇപ്രകാരമാണ്, 150 പേരുടെ സഭ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്റെ കൊച്ചു വിശ്വാസത്തിലാണ് കേട്ടോ. കാര്യം അന്ന് പാരമ്പര്യ സഭകളിലൊക്കെ കൂടിപ്പോയ 30, 60, 40, 150 കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സഭയാണ് പാരമ്പര്യ സഭ. അപ്പൊ എന്റെ കണക്ക് അങ്ങനെ പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ ഓർക്കണ്ട ആ കള്ളപ്രവാചകനോട് പറഞ്ഞത് 150 പേരുള്ള ഒരു സഭ ഇവിടെ തുടങ്ങും. അതിനേക്കാൾ എത്രയോ മടങ്ങായ കർത്താവ് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് ആ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക. ഹല്ലേലൂയ. പ്രധാനപ്പെട്ട കാര്യം അബ്രഹാമിനെ പോലെ ഒരു ആഴമേറിയ വിശ്വാസമുള്ളവരാകുക. ദൈവം പറയുന്നത് അത് അനുസരിക്കുക. ദൈവം വിളിക്കുന്നത് തിന്മയിലേക്കല്ല, തകർച്ചയിലേക്കല്ല, പരാജയത്തിലേക്കല്ല, അസാധാരണ ഉയർച്ചയിലേക്ക്. അബ്രഹാം ദൈവം കൽപ്പിച്ചതുപോലെ പുറപ്പെട്ടു. എവിടേക്കെന്ന് അറിയാതെ വിശ്വാസ ചുവടുകൾ മുന്നോട്ട് വെച്ചു. അതുപോലെ തന്നെയാണ് പത്രോസും ചുവട് വെച്ചത്. യേശു കടൽമേൽ നടന്ന് അടുത്തു വന്നു. അവർ പറഞ്ഞു ഭൂതം ഭൂതം ഭൂതം. യേശു പറഞ്ഞു ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, ഞാനാകുന്നു, പേടിക്കേണ്ട, ധൈര്യപ്പെടുക, ഞാനാകുന്നു, പേടിക്കേണ്ട. പത്രോസ് പറയാണ് നീയാകുന്നുവെങ്കിൽ എനിക്കും അതുപോലെ നടക്കണം. അതാണ് വിശ്വാസം. അബ്രഹാമിന് നടക്കാമെങ്കിൽ എനിക്കും നടക്കാം. അബ്രഹാമിന് ഉയരാമെങ്കിൽ എനിക്കും ഉയരാം. പത്രോസ് നടക്കാമെങ്കിൽ എനിക്കും നടക്കാം. യേശുവിന് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാം. കാരണം അവൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നതിലും അധികം നിങ്ങൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നുണ്ട്, അതിലധികം നിങ്ങൾ ചെയ്യും.
അതാണ് വിശ്വാസം. നീയാകുന്നുവെങ്കിൽ നിന്റെ അടുക്കൽ വരുവാൻ കൽപ്പിക്ക. യേശു എന്താ പറഞ്ഞത്? കൊള്ളാം, ഞാനാകുന്നത് കൽപ്പിക്കാൻ. അഹങ്കാരി, അഹന്തം നോക്കണേ അവന്റെ. 11 പേർക്ക് അവിടെ അടങ്ങിയിരിക്കാം. അവൻ പറയാ എന്നെ പോലെ നടക്കണമെന്ന്. ആ ചിന്തയല്ല കർത്താവിനുണ്ടായത്. കർത്താവ് പറയാ വരിക, വരിക. കാര്യം എന്താണ്? ആ വാക്ക് കർത്താവിനെ ഇഷ്ടപ്പെട്ടു. ദൈവത്തിന് വിശ്വാസമുള്ളവരെ ഇഷ്ടമാണ്. ദൈവത്തിന് വിശ്വാസ ചുവടുകൾ വെക്കുന്നവരെ വലിയ ഇഷ്ടമാണ്. കാര്യം അവൻ അബ്രഹാമിന്റെ ദൈവമാണ്. പത്രോസ് പറഞ്ഞു, നീ ആകുന്നെങ്കിൽ എനിക്ക് നടക്കണം. വരിക. അവൻ കാലെടുത്ത് വെളിയിലിട്ടു. എവിടാ? ആരാ? മുക്കുവനായ പത്രോസ്. 11 എണ്ണം അകത്തിരിക്കുക. ആരാ? അതിൽ മുക്കുവന്മാരുണ്ട്, വൈദ്യനുണ്ട്, ലേവിയുണ്ട്, ചുങ്കക്കാരനുണ്ട്, പല നിലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർ വെറുതെ ഇരിക്കുവോ? അന്തം വിട്ടിരിക്കുകയാണോ? പത്രോസേ ചാടിക്കയറും ചെയ്യല്ലേ, അത് യേശുവാ നടക്കുന്നത്, നീ പത്രോസാ. നിനക്കറിയാൽ ഇവിടുത്തെ ആഴം. ഒന്നാമത് നമ്മൾ തണ്ട് വലിച്ച് കഴിഞ്ഞ 4 യാമങ്ങളായിട്ട് തണ്ട് വലിച്ച് നമ്മളെ കുഴഞ്ഞിരിക്കുകയാണ്. നീ താഴെ പോയാൽ ഞങ്ങൾ ആരും വന്ന് പിടിച്ചു കയറ്റി പൊക്കത്തില്ല. നിന്നെ ഞങ്ങൾക്ക് വയ്യാതിരിക്കുക, ക്ഷീണിച്ചിരിക്കുക. ഓർക്കണം നീ കാര്യങ്ങൾ. ഇതേ നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇതെല്ലാം പറഞ്ഞു കാണത്തില്ലേ? തീർച്ചയായും പറഞ്ഞു കാണും. ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ പത്രോസും എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്തുകൊണ്ട് പുറപ്പെടുവാൻ തയ്യാറായി. അവിടെ ഇരുന്ന എല്ലാവരും പല വാക്കുകളോട് സംസാരിച്ചു കാണും. അതൊന്നും കേൾക്കുവാൻ ആര് തയ്യാറായില്ല? പത്രോസ് തയ്യാറായില്ല. അവൻ വിശ്വാസ ചുവടുകൾ റിസ്ക് സോണിലേക്ക് എടുത്തു വെച്ചപ്പോൾ അവന്റെ കീഴിലെ വെള്ളം, അവന്റെ കാലിന്റെ കീഴിലെ വെള്ളം എന്തായി മാറി? പാറയായിട്ട് മാറി. ഞാൻ പറഞ്ഞ ഉദ്ദേശം ഇതാണ്. നമ്മളായിരിക്കും സമൂഹത്തോടെ കാര്യങ്ങൾ പറയും, ചോദിക്കും, അല്ലേ? ഒരു കാര്യം ഉണ്ടായിരിക്കത്തില്ല. ഒരു കാര്യം സമൂഹം നമ്മൾ ഒരു ചുവട് വെക്കുമ്പോൾ ചോദിക്കും, ഇത് എന്താ ചുവട് വെക്കുന്നത്, എന്താണ് കാര്യം, ഇതിന്റെ സാധ്യത എന്താണ്, ഭാവി എന്താണെന്ന് ചോദിക്കും. ആ നെഗറ്റീവ് വാക്കുകളൊക്കെ തരണം ചെയ്ത് വേണം നാം എന്ത് ചെയ്യേണ്ടത്? വിശ്വാസ ചുവടുകൾ മുന്നോട്ട് വെക്കേണ്ടത്. ആ പടകിനകത്തുള്ള 11 പേരും പറഞ്ഞു കാണും പല അഭിപ്രായങ്ങൾ. അതൊന്നും കേൾക്കുവാൻ ആര് തയ്യാറായില്ല? പത്രോസ് തയ്യാറായില്ല. അവൻ വിശ്വാസ ചുവട് മുന്നോട്ട് വെച്ചു. എത്ര സമയം അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ചുവടുകൾ മുന്നോട്ട് വെച്ചോ, അത്രയും സമയം അവന്റെ കീഴിലെ വെള്ളം എന്തായി മാറി? പാറയായി മാറി. എന്നെ കേൾക്കുന്ന അബ്രഹാമാരെ, എന്നെ കേൾക്കുന്ന അബ്രഹാമിന്റെ മക്കളെ, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് വെക്കുമെങ്കിൽ ദൈവം വാക്കു പറഞ്ഞതുപോലെ അത്ഭുതം ചെയ്യുവാനിടയാണ്. അവൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് കൊണ്ടുപോകും. അത് പാലും തേനും ഒഴുകുന്ന അസാധാരണ ദേശമാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്നും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഒരു കാര്യം, ദൈവം തന്റെ ജനത്തെയും അബ്രഹാമിനെയും കൊണ്ടുപോയത് ലോകത്തെ ഏറ്റവും നല്ല സ്ഥലത്തേക്കാണ്. ഒരമയം പറയാൻ കഴിയും. പാലും തേനും ഒഴുകുന്ന ദേശം. പണ്ട് മുതൽക്കേ ഇങ്ങനെ കേൾക്കുന്ന വേറെ ഏതെങ്കിലും നാടുണ്ടെങ്കിൽ പറ, ഞാൻ നിങ്ങൾക്ക് അത് കേൾക്കാൻ തയ്യാറാകാം. ഇല്ല എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽക്കേ ഇങ്ങനെ നല്ലൊരു നാടെന്ന് പറയുന്ന ഒരു നാട് വേറെ ഉണ്ടെങ്കിൽ പറഞ്ഞതാ. ഉണ്ടോ? ഇല്ല. അമേരിക്കയൊക്കെ പിന്നല്ലേ ഉണ്ടായത്. അമേരിക്ക ആയാലും ഗൾഫ് ആയാലും ഒക്കെ പിന്നല്ലേ ഉണ്ടായത്. അന്ന് ഏറ്റവും നല്ല നാടേതാണ്? കനാൻ നാട്. അവിടേക്കാണ് ആരെ കൊണ്ടുപോയത്? അബ്രഹാമിന്. ഓ, എത്ര പേർക്ക് മനസ്സിലായി അവരുടെ ആഴം. അബ്രഹാമേ, അടുത്ത് കുറച്ച് നല്ല പച്ച പുല്ലുള്ള ഒട്ടകത്തിനും ആടിനും ഒക്കെ പുല്ലൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോവാ. ആണോ?
ഏറ്റവും ശ്രേഷ്ഠമായത്. ഒരാമയം പറയാൻ കഴിയുമോ? ഒരാമയം പറയാൻ കഴിയുമോ? നിന്നെ കൊണ്ടുപോകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്തേക്ക്. എനിക്ക് ചില ദർശനങ്ങളുണ്ട് കേട്ടോ, ചില ദർശനങ്ങളുണ്ട്, വലിയ കാഴ്ചപ്പാടുകളുണ്ട്. അതിലൊന്ന്, ലോകത്താകമാനം പടർന്നു പന്തലിക്കുന്ന ഒരു ചർച്ചിനെ കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. എനിക്കറിയാം, എൻ്റെ കർത്താവ് എന്നെ മോൾഡ് ചെയ്യുകയാണ്, ഷേപ്പ് ചെയ്യുകയാണ്. ലോകത്തിന് 4 ഭാഗത്ത്, 4 ഭാഗം ഏതൊക്കെയാണ്? തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. ഈ 4 ഭാഗത്തെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു ഗ്ലോബൽ ചർച്ച്, ഫെയ്ത്ത് ആൻഡ് പവർ ഗ്ലോബൽ ചർച്ച്, ആ ഒരു ദർശനം എൻ്റെ അകത്ത് കർത്താവ് നൽകിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് അതിനുവേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. ഞാൻ വിശ്വാസവാക്ക് പറയുമ്പോൾ, ഞാൻ താല്പര്യപ്പെടുമ്പോൾ, കർത്താവ് അല്പം കൂടെ മുമ്പേ കാര്യങ്ങൾ ക്രമീകരിക്കും. അതിന് എൻ്റെ മക്കളിലൂടെ ആണെങ്കിലും, എൻ്റെ മകളിലൂടെ ആണെങ്കിലും, എൻ്റെ മരുമോനിലൂടെ ആണെങ്കിലും, എൻ്റെ മോനിലൂടെ ആണെങ്കിലും, എനിക്കറിയത്തില്ല, കർത്താവ് ഇത് ചെയ്യും. അവനൊരു തടസ്സവും ഇല്ല. പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയും, ടപ്പേ ടപ്പേന്ന്, ക്ഷണത്തിൽ, ശീഘ്രമായി. പ്രിയ ദൈവമക്കളെ, നീ പ്ലാൻ തയ്യാറാക്കുക, ദൈവം അത് നടപ്പിൽ വരും. എല്ലാ സംവിധാനങ്ങളും അങ്ങോട്ട് പോവുകയാണ് ഞാൻ താല്പര്യപ്പെടുക. ഇപ്പോൾ നമുക്ക് 5 മീറ്റിംഗ് ഉണ്ട് ഒരാഴ്ചയിൽ. എന്നൊക്കെയാണ് മീറ്റിംഗ് അറിയാമല്ലോ? ഞായറാഴ്ച സൺഡേ വർഷിപ്പ്, ചൊവ്വാഴ്ച ഹാപ്പി അവർ, ബുധനാഴ്ച പ്രൈസ് ആൻഡ് വർഷിപ്പ്, വ്യാഴാഴ്ച TV പ്രോഗ്രാം, വെള്ളിയാഴ്ച വീണ്ടും പവർ മീറ്റിംഗ്. ഇതിൽ ഇപ്പോൾ മിക്കവരും കാണുന്നത് ഓൺലൈനിലാണ്, അല്ലേ? ഞാനിപ്പം നാളെ അമേരിക്കയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. എല്ലാവരും കേട്ടൂടെ? അതുപോലെ വിരോധം വല്ല ആർക്കെങ്കിലും പറയണം കേട്ടോ. അതിന് അടുത്ത ദിവസം എവിടെ നിന്ന് പ്രസംഗിക്കുന്നു? യൂറോപ്പിൽ നിന്ന് പ്രസംഗിക്കുന്നു. അതിന് അടുത്ത ദിവസം ഹാപ്പി അവർ നടത്തുന്നു എവിടെ നിന്ന്? അല്ലെങ്കിൽ പ്രൈസ് വർഷിപ്പ് നടത്തുന്നു എവിടെ നിന്ന്? ഓസ്ട്രേലിയയിൽ നിന്ന്, അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ നിന്ന്, അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്ന്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ പാസ്റ്ററെ? നമ്മുടെ കഴിവുകൊണ്ട് നടക്കത്തില്ല, ദൈവത്താൽ. നമുക്കറിയാം മാറ, കേട്ടോ? മാറ അറിയാം? മാറ എന്താ? മാറ 3 ദിവസം വെള്ളമില്ലാതെ ഇസ്രായേൽ മക്കള് ഒരു സ്ഥലത്ത് വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് വെള്ളം കണ്ടു. 3 ദിവസം വെള്ളം കുടിക്കാതെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും നമ്മുടെ പ്രവർത്തനം? അല്ലേ? വെപ്രാളപ്പെട്ട് വെള്ളം കുടിക്കും, അല്ലേ? അങ്ങനെ എല്ലാവരും ഓടിച്ചെന്ന് വെള്ളം കൈകൊണ്ട് പൊത്തിയെടുത്ത് കുടിച്ചപ്പോ എന്താ? കയ്പ് വെള്ളം. ദൈവം പറഞ്ഞിടാ മോശേ, അതിനപ്പുറത്തൊരു വൃക്ഷം നിൽപ്പുണ്ട്. വൃക്ഷം, തയ്യല്ല, എന്താണ്? വൃക്ഷം. അത് വെട്ടി വെള്ളത്തിലിടാൻ പറഞ്ഞു. വെള്ളം മധുരിക്കുമെന്ന് പറഞ്ഞു. വെള്ളം നോർമൽ വാട്ടർ അല്ല, മധുരിക്കുമെന്ന്. നമുക്കറിയാം പച്ചവെള്ളത്തിന് മധുരമില്ല, അല്ലേ? പച്ചവെള്ളത്തിന് വേറെ ഒരു രുചിയും കാണത്തില്ല, അല്ലേ? പക്ഷെ അത് ദാഹത്തോടെ കുടിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക രുചിയാണ്, അത് വേറെ കാര്യം. പക്ഷേ അവിടെ വായിക്കുന്ന കാര്യം ഇതാണ്: കയ്പുള്ള വെള്ളം പച്ചവെള്ളമായതല്ല, മധുരമുള്ള വെള്ളം. അതിനുവേണ്ടി ദൈവം ഒരു വൃക്ഷം വളരണമെങ്കിൽ 1 വർഷം മതിയോ? ഒരു വൃക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് തൈയല്ല, അല്ലേ? ഇപ്പോഴേ ബഡ് തൈകളൊക്കെ ഉണ്ട്. പണ്ട് കാലത്തൊക്കെ ഒരു വൃക്ഷമാകണമെങ്കിൽ കുറഞ്ഞത് 2 വർഷം 3 വർഷം എടുക്കത്തില്ലേ? നമ്മൾ തന്നെ ഈ റബ്ബർ വെട്ടുന്നു, 7 വർഷം ആകുമ്പോഴേ റബ്ബർ വെട്ടാൻ ഒക്കുന്നു, അല്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? റബ്ബർ വെട്ടാൻ 7 വർഷം ആണ് ആ തൈ വളർന്ന് ആകുമ്പോഴേ 7 വർഷം ആകുമ്പോഴേ റബ്ബർ എടുക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ വൃക്ഷമാണ്. അപ്പോൾ 7 വർഷം മുമ്പേ, അല്ലെ പോട്ടെ, 1 വർഷം മുമ്പേ കർത്താവ് ആ വൃക്ഷം അവിടെ നട്ടു. മനസ്സിലായോ? അതുപോലെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്
ദൈവം നേരത്തെ വൃക്ഷം നടും. നേരത്തെ ആളിനെ അവിടെ വിട്ട് അത് ആസ്ട്രേലിയയിലാണെങ്കിൽ ആസ്ട്രേലിയയിൽ, കാനഡയിൽ, അല്ലെങ്കിൽ എവിടെ അമേരിക്കയിലാണ് അമേരിക്കയില്, അല്ലെ യൂറോപ്പിലാണ് യൂറോപ്പില്. നേരത്തെ ആളിനെ വിട്ട് സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെക്കും. അതാണ് പത്രോസിനോട് യോഹനോട് പറയുന്നത്. നിങ്ങൾ ചെന്ന് ചോദിക്കുമ്പോഴേ വിരിച്ചൊരുക്കിയ മാളിക കാണിച്ചു തരുന്നു. വിരിച്ചൊരുക്കിയ മാളിക. ഒരുത്തനാണെങ്കിൽ ഒരു മാളിക പണിഞ്ഞിട്ട് നല്ല തുണിയെല്ലാം ഇട്ട് വിരിച്ചിട്ടിരിക്കുക. ഇന്നത്തെ പോലെ ഓഡിറ്റോറിയം വിൽക്കുന്ന സമയം ഓഡിറ്റോറിയം വാടക കൊടുത്ത പരിപാടി നന്നില്ല. എന്നാ യേശുവിന്റെ കാലത്ത് എന്തിനു വേണ്ടിയാ? യേശുവിനും ശിഷ്യന്മാർക്കും പെസഹ ആചരിക്കാൻ. എങ്ങനത്തെ മാളികയാ? വിരിച്ചൊരുക്കിയ ഒരു മാളിക. എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, മൈക്ക് സഹിതം അവിടെ ഉണ്ട്. ഒരു അമ്മ പറഞ്ഞാട്ടെ, നമ്മളെ ഓഡിറ്റോറിയത്തിൽ പോയി കഴിഞ്ഞാൽ മൈക്ക് വെക്കണം, പിന്നെ ഇത് ഡയസ് കൊണ്ട് വെക്കണം. ഇതൊന്നും വേണ്ട. ഡയസും മൈക്കും പായും വിരിച്ച് കസരയിട്ട് ഒരുക്കിയിട്ടിരിക്കുക. അതാ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി. നീ വിശ്വാസ ചുവടിൽ മുന്നോട്ട് പോകാൻ തയ്യാറുണ്ടോ? യേശു പറഞ്ഞു പോയി ചോദിക്കാൻ. ഞാനാണ് ചോദിക്കും. പിന്നെ ചെല്ലുമ്പോൾ തരാൻ പോവല്ലേ വിരിച്ചൊരുക്കിയ മാളിക. അവന്റെ ആവശ്യത്തിന് വേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന സാധനം എനിക്ക് തരാൻ പോവല്ലേ. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഒരു കുടം വെള്ളമായിട്ട് വരണം, അവനെ കാണണം, പിന്നെ അവന്റെ വീട്, പിന്നെ ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ? പക്ഷേ അവർ അങ്ങനെ സംശയം പറയാൻ തയ്യാറായില്ല. അവർ യേശുവിന്റെ വാക്ക് ഏറ്റെടുത്ത് വിശ്വാസ ചുവട് മുന്നോട്ട് വെച്ചു. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ ആഴം? യേശു പറഞ്ഞ വാക്ക് ഏറ്റെടുത്ത് അവർ വിശ്വാസ ചുവട് വെച്ചു. യേശു എന്തു പറഞ്ഞോ അതുപോലെ വിരിച്ചൊരുക്കിയ മാളിക അവർക്ക് കിട്ടി. നീ യേശുവിൽ ആശ്രയിച്ച് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യ, വിശ്വാസ ചുവടുകൾ വെക്ക്, ദൈവം അത് പൂർത്തീകരിക്കും. എങ്ങനെയാണ്? എപ്രകാരമാണ്? ആരിലൂടെ? എവിടെ നിന്ന്? ഇതൊന്നും ചിന്തിക്കരുത്. പാസ്റ്ററെ, ഞാൻ കുലദൈവങ്ങളെ വിട്ട് പാരമ്പര്യം വിട്ട് കർത്താവിനെ അറിഞ്ഞു, എനിക്ക് എന്തോ കിട്ടും. നീ ദൈവത്തെ കണ്ടാണ് വന്നതെങ്കിൽ നിനക്ക് ദൈവത്തെ കിട്ടും. ദൈവത്തെക്കാൾ കൂടുതൽ വലുതുണ്ടോ? ഒരമ്മ പറഞ്ഞാട്ട്, ദൈവത്തെക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നീ ദൈവത്തെ കണ്ടു വന്നെങ്കിൽ നിനക്ക് ദൈവത്തെ കിട്ടും. അതുകൊണ്ടാണ് കൂടെ കൂടെ പറയാറുള്ളത്, എന്നെ കാണാൻ വേണ്ടി ആരും വരല്ലേ, ദൈവത്തെ കാണാൻ വരണം. എനിക്ക് ദശാംശം തരല്ലേ, ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. എന്നെ സ്തുതിക്കാൻ വരല്ലേ, ദൈവത്തെ സ്തുതിക്കാൻ വരണം. എന്നിൽ വിശ്വാസം അർപ്പിച്ച് വരല്ലേ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് വരണം. എന്നെ കണ്ട് വരല്ലേ, ലജ്ജിക്കേണ്ടി വരും, മാറിക്കളയും. ദൈവത്തെ കണ്ടുവാ, ഒരു നാളും നീ ദുഃഖിക്കേണ്ടി വരത്തില്ല, ഒരു നാളും നിരാശപ്പെടേണ്ടി വരത്തില്ല, ഒരു നാളും നീ തല കുനിയത്തില്ല. അവൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കാൻ. രണ്ട് പോയിന്റേ പറഞ്ഞോളൂ. ഒന്ന്, ദൈവശബ്ദം കേൾക്കുന്നവനായിരുന്നു. രണ്ട്, കേട്ടത് അനുസരിക്കുന്നവനായിരുന്നു. മൂന്ന്, യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കാം. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ ഈ യാഗപീഠം പണിതു അല്ലേ? അതിന് മുൻകാലങ്ങളില് ദൈവം പറഞ്ഞോ യാഗപീഠം പണിയണമെന്ന്? വ്യവസ്ഥ വെച്ചോ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ് ഇത് വായിക്കുന്നത് അല്ലേ? 12-ാം അധ്യായത്തിൽ ഈ ദൈവിക വ്യവസ്ഥയൊക്കെ വരുന്നത് പിന്നീടാണ്. യാഗപീഠം പണിതിനെ, യാഗപീഠത്തെക്കുറിച്ച്, യാഗത്തെക്കുറിച്ച്, വിവിധ യാഗങ്ങളെക്കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങളെക്കുറിച്ച് എല്ലാം വ്യവസ്ഥ വരുന്നത് പിന്നീടാണ്. സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ടാണ്, ഇസ്രായേൽ മക്കളുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ഈ തീരുമാനങ്ങളോ കൽപ്പനകളോ ഒന്നുമില്ല.
അപ്പോൾ പക്ഷേ ഈ അന്യദൈവങ്ങളെ സേവിക്കുന്ന നിലവാരങ്ങളിൽ യാഗപീഠം പണിയുന്ന പരിപാടിയുണ്ട്. യാഗം അർപ്പിക്കുകയൊക്കെ പണ്ട് തൊട്ടേ ആൾക്കാർ ഇങ്ങനെ യാഗം അല്ലേ ഉള്ള കാര്യമാണ്. അപ്പോൾ അവനായിരുന്ന നിലവാരങ്ങളിലുള്ള ചില ആചാരങ്ങൾ അവിടേക്ക് വന്നു എന്ന് വേണേൽ പറയാം. യാഗപീഠം പണിയുക. ഈ യാഗപീഠം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചില ക്രിയകൾ അല്ലേ. ആ യാഗപീഠത്തിൽ ആ അഗ്നി കത്തുമ്പോൾ അതിൻ്റെ ആ അഗ്നി മുകളിലേക്ക് താഴേക്ക് അഗ്നി പോകുമോ? ഒരഗ്നിയും താഴേക്ക് പോകത്തില്ല. പോകുമോ? തീ കത്തിച്ച് നോക്കേ, താഴേക്ക് പോകുമോ? തീ എപ്പോഴും മുകളിലോട്ടേ പോകത്തുള്ളൂ. നീരാവിയോ? നീരാവിയും മുകളിലോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഈ തീ എന്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നു എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് താഴോട്ട് പോകുന്നില്ല, ഇത് മുകളിലോട്ട് എന്തുകൊണ്ട് പോകുന്നു? എപ്പോഴും ദൈവം മുകളിലാണ് എന്ന ചിന്ത സ്വാഭാവികമാണ്, ശരിയല്ലേ? പക്ഷെ ഇന്നും ബുദ്ധിയില്ലാത്ത മനുഷ്യർ ദൈവം താഴെയാന്ന് പറയുന്നുണ്ട്. ബുദ്ധിയില്ലാത്തവനാ പറയുന്നത്. പക്ഷെ അല്പമെങ്കിലും ചിന്തിക്കുന്നവൻ പറയും ദൈവം എവിടാണ്? ഉയരങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ തീ ഉയരങ്ങളിലേക്ക്, അപ്പോൾ തീ എന്തോ ദൈവമായിട്ട് ബന്ധമുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഈ യാഗപീഠത്തിന്റെ ചിന്ത പ്രബലപ്പെടുന്നത്. അപ്പോൾ അവന്റെ പഴയ ആചാരങ്ങളിൽ നിന്ന് അവൻ അറിയാവുന്ന നിലവാരങ്ങളിൽ അവനെ വെളിപ്പെട്ട ദൈവത്തെ ആരാധിക്കുവാൻ അവൻ തയ്യാറായി. ഒരാമയും പറഞ്ഞാട്ടെ. ഇപ്രകാരം ഞാൻ പറയട്ടെ, നിങ്ങളായിരുന്ന നിലവാരങ്ങളിൽ നിങ്ങൾ കാണിച്ച ആത്മാർത്ഥതയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. സത്യവിശ്വാസിയാക്കിയത്. മറ്റു പല കാര്യങ്ങൾ കൊണ്ട് ആൾക്കാർ മതം മാറാറുണ്ട്, മറ്റ് മതങ്ങളിൽ സഭകളിൽ ചേരാറുണ്ട്, പല കാര്യങ്ങൾ കൊണ്ട്. നിങ്ങൾ അങ്ങനല്ല. നിങ്ങൾ വിലയുള്ളവരാണ്. നിങ്ങൾ സോപ്പ് ചിപ്പ് കണ്ണാടിക്ക് വേണ്ടി വന്നവരല്ല. ഒരു വീട് വെച്ച് കിട്ടുമെന്ന് വന്നവരല്ല, ആണോ? വളരെ വിലയുള്ള ആൾക്കാർ സഭയിലേക്ക്. എനിക്ക് വലിയ സന്തോഷമാണ് എന്നെ കാണുന്നത്. വിലയുള്ളവരാണ്. ഫാസ്റ്റ് ആരാധന കഴിയുമ്പോഴത്തേക്ക്, സ്വോത്രാഴ്ച എടുത്ത് കഴിയുമ്പോഴത്തേക്ക് 10 രൂപ എനിക്ക് തരും. അത് മേടിച്ചിട്ട് പോയിട്ട് ഈ നാരങ്ങ മിഠായി മേടിച്ച് കഴിക്കാം. അതാണോ നിങ്ങളുടെ ആഗ്രഹം? നോ. നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ആരും ഇവിടെ വരുന്നില്ല. ഒരു പദവി കിട്ടും. പാസ്റ്ററായിട്ട് സോപ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റി കളിക്കാം, ഒരു പദവി കിട്ടും. അല്പകാലം കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് തന്നെ ഒരു പെണ്ണിനെയും കിട്ടും. അങ്ങനെയുള്ള ചിന്ത. നോ. കൊച്ചു കൊച്ചു ചിന്തകളിലല്ല ഇവിടെ വരുന്ന ആൾക്കാര്. എനിക്ക് ദൈവം വെളിപ്പെടും, ദൈവത്തെ കിട്ടും, ദൈവത്തിന്റെ അസാധാരണ നന്മ കിട്ടും, ദൈവം എന്നെ ഉയർത്തും. അപ്പോൾ ആ നിലവാരങ്ങളിലാണ് ഒരു സമൂഹം ഇവിടേക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണ്? വിലയുള്ളവരാണ്. ഈ വിലയുള്ള ജീവിതങ്ങൾ, വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. എന്തുകൊണ്ടാണ് അബ്രഹാമിന്റെ ആരാധന ദൈവം പ്രസാദിച്ചത്? അവൻ വില കൊടുത്തു. ദൈവം പറഞ്ഞ കൽപ്പന സ്വീകരിച്ച്, ദൈവം പറഞ്ഞ കൽപ്പന ഏറ്റെടുത്ത്, വിഗ്രഹങ്ങളെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് അവൻ എവിടെ പോയോ അവിടൊക്കെ യാഗപീഠം പണിത് അവൻ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായി. ഞാൻ പറഞ്ഞത്, നിങ്ങളായിരുന്ന സമൂഹങ്ങളിൽ നിങ്ങൾ കാണിച്ച ആത്മാർത്ഥതയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. ഹല്ലേലൂയ. ആ നിലവാരങ്ങൾ വീണ്ടും നിങ്ങളെ ദൈവത്തെ ആരാധിക്കുവാൻ ചുവട് വെച്ചാൽ അതിന്റെ പോരായ്മകളെ ദൈവം പരിഹരിക്കും. അബ്രഹാം ജീവിതത്തില് ആ പഴയ ആരാധനയായിരിക്കും ചിലപ്പോൾ അവൻ അവിടെ അഡോപ്റ്റ് ചെയ്തത്. ആ നിലവാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു കാണും. പക്ഷേ ദൈവം അവനെ മാറ്റി മാറ്റിയെടുത്തു. ആരാക്കി മാറ്റി? മല്ലു പിടിക്കുന്നവനാക്കി, പ്രാർത്ഥനാ വീരനാക്കി മാറ്റി, ദൂതന്റെ സഹായം കിട്ടുന്നവനാക്കി മാറ്റി, അദൃശ്യ ദൈവത്തെ വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ആരാധിക്കുന്നവനാക്കി, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവനാക്കി, ആരാധിച്ച് വിശ്വാസം വർദ്ധിപ്പിക്കുന്നവനാക്കി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും വചനാടിസ്ഥാനമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 3 കാര്യം ഞാൻ പറഞ്ഞു. 1, ദൈവശബ്ദം കേൾക്കുന്നവനായിരുന്നു. 2, കേട്ട ദൈവശബ്ദം
അനുസരിക്കുന്നവനായിരുന്നു. 3, യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിക്കുന്നവനായിരുന്നു. 3 കാര്യങ്ങൾ. എല്ലാം പറയാൻ താല്പര്യമുണ്ട്, പക്ഷെ സമയക്കുറവുണ്ട്. 17 പോയിന്റ് ഉണ്ട് കേട്ടോ. അബ്രഹാം ഉയർത്തപ്പെടാനുള്ള 17 പോയിന്റ്. ഒരു കാര്യം പറയട്ടെ, അത് പിന്നീട് പറയും, എങ്കിൽ ഞാൻ ആവർത്തിക്കുകയാണ്. അവൻ ദൈവത്തെ ആരാധിച്ച് വിശ്വാസം വർദ്ധിപ്പിക്കുന്നവനായിരുന്നു. ആ വാക്യം കൂടെ വായിക്കാൻ താല്പര്യപ്പെടുന്നു. റോമാലേഖനം 4-ാം അധ്യായം 20-ാമത്തെ വാക്യം. റോമർ 4:20. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഈ മലയാളം പരിഭാഷയില് പലയിടത്തും അല്പം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസം എന്ന വാക്കിന് വിശ്വസ്തത എന്ന് മാറിപ്പോയിട്ടുണ്ട്. ആത്മാവിന്റെ ഫലങ്ങളിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വസ്തത എന്ന് വന്നുപോയി. അത് തെറ്റാണ്. വിശ്വാസമാണ് അവിടുത്തെ പദം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയജയം, അല്ലേ? അപ്പോൾ വിശ്വസ്തത അല്ല, വിശ്വാസമാണ്. അതിന്റെ മൂല അർത്ഥം വിശ്വാസമാണ്. അങ്ങനെ ചില ചെറിയ പിഴവുകൾ പരിഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും ഒരു പിഴവ് സംഭവിച്ചു. പക്ഷെ ആ ഇംഗ്ലീഷിൽ അത് കറക്റ്റാണ്. എന്താണ്? ബട്ട് വാസ് സ്ട്രോങ് ഇൻ ഫെയ്ത്ത്, ഗിവിംഗ് ഗ്ലോറി ടു ഗാഡ്. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്ത് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അതാണ് ശരിയായിട്ട് വരേണ്ടത്. അപ്പൊ അങ്ങ് വായിച്ചു നോക്കിയോ, നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചു നോക്കിയോ. വാസ് സ്ട്രോങ് ഇൻ ഫെയ്ത്ത്, ഗിവിംഗ് ഗ്ലോറി ടു ഗാഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് എന്തു സ്വീകരിച്ചു? വിശ്വാസം സ്വീകരിച്ചു. ഈ പോയിന്റ് പറയാൻ കാരണം കൂടെ പാസ് പറയും, ആരാധിക്കുക, ആരാധിക്കുക, കൈയടിക്കുക, സ്തുതിക്കുക. പാസ് പറയത്തില്ല ഇവിടെ, അല്ലേ? എനിക്ക് അല്പമെങ്കിലും ഇവിടുത്തെ ആരാധന കാണിക്കണം താല്പര്യമുണ്ട്. കാരണം എല്ലാ വ്യക്തികളും തുള്ളിച്ചാടി ആരാധിക്കുന്നു, അല്ലേ? അത് കാണേണ്ട കാര്യമല്ലേ? നമുക്ക് ഒരിക്കൽ കാണിക്കാം കേട്ടോ. നല്ലൊരു ഒരു ക്യാമറാമാനെ കിട്ടുകയാണെങ്കിൽ നമുക്കത് ഒന്ന് എടുക്കണം. അത് സൂക്ഷിച്ചെടുക്കണം. കാര്യം പലർക്കും ആദ്യമായിട്ട് വരുന്നവർക്കത് പ്രയാസമായിരിക്കും. മറ്റുള്ളവർ കാണാൻ താല്പര്യപ്പെടുന്ന കാര്യമല്ലല്ലോ. അവരൊക്കെ ഒളിച്ചൊക്കെ വരുന്ന ആൾക്കാരുണ്ട് കർത്താവിനെ കാണാൻ വേണ്ടി. അപ്പോൾ അത് നോക്കി ചെയ്യണം. അപ്പോൾ ക്ലാസ് കൊടുത്ത് നമുക്കൊരു എടുക്കാം. പക്ഷേ ആ ആരാധന ഒന്ന് കാണേണ്ട ആരാധനയാണ് കേട്ടോ. നിങ്ങളെല്ലാം കണ്ണടച്ച് ആരാധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ അത് കാണേണ്ട ഒരു ആരാധനയാണ്. എല്ലാവരും തുള്ളിച്ചാടിയുള്ള ആരാധന. നോക്കുക, ഇങ്ങനെ കൂടെ പാസ്റ്റ് പറയും, ആരാധിക്ക്, ആരാധിക്ക്, സ്തുതിക്ക്, സ്തുതിക്ക്. എന്തിനാ പറയുന്നേ? നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടാൻ. ഒരാമയം പറയാൻ കഴിയുമോ? നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുകയാണ്. ഞാൻ ഇപ്രകാരം പറയാറുണ്ട്, ഈ ആലയത്തിൽ ശരിയായ കാഴ്ചപ്പാട് സ്വീകരിച്ചതൊന്നും ഒരു പടി പോലും പുറകോട്ട് പോയിട്ടില്ല. ആരെങ്കിലും എപ്പോഴെങ്കിലും ഇവിടെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അഴുക്കാ പോയിട്ടുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞത്. അതിന് എവിടെ പോയാലും ആ അഴുക്കിന് ഭാവിയില്ല. അത് അത്രമാത്രം സത്യസഭയെ വിട്ടുപോയതാണ്. ഒരമ്മയും പറഞ്ഞാട്ട്. പക്ഷെ ഇവിടെ വന്ന് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ച് വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തെ കണ്ടുവന്ന് ദൈവത്തിന് കൊടുത്ത് കാഴ്ചപ്പാട് സ്വീകരിച്ച് നല്ല നിലവാരം പുലർത്തിയതൊന്നും ഇവിടെ വിട്ടുപോയിട്ടില്ല. അവരെ തല്ലിക്കൊന്നാ പോകത്തുമില്ല. ചിലതൊക്കെ പോകാൻ വേണ്ടി അത്രമാത്രം ക്രൂരമായ വാക്കുകൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നല്ല ഭാഷ പറഞ്ഞു, പക്ഷെ അവർ പോകത്തില്ല. കാര്യം എന്താണ്? അവർക്കറിയാം അവരുടെ കുറവ് കൊണ്ടായത് പറയുന്നത്. അവരെ വളർത്താൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക, ശക്തമായിട്ട് ആരാധിക്കുക. നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടും. നിങ്ങൾ സഭയിൽ വിലയുള്ള വിശ്വാസികളാണ്. വിലയുള്ള വിശ്വാസികൾ, അബ്രഹാമിനെ പോലെ വിലയുള്ള വിശ്വാസികൾ. എനിക്ക് സന്തോഷമാണ്
ആദ്യമായിട്ട് വരുന്ന വ്യക്തികളൊക്കെ തുള്ളിച്ചാടി ആരാധിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു വലിയ മാറ്റമല്ലേ അല്ലേ? വിഗ്രഹങ്ങളെ സേവിച്ച് നടന്നവരെ കർത്താവിനെ ആരാധിക്കാൻ തുള്ളിച്ചാടി ആരാധിക്കുമ്പോൾ ഒരു വലിയ മാറ്റമല്ലേ അത്? അതല്ലേ സംഭവിക്കേണ്ടത്? അവിടെയല്ലേ സ്വർഗം സന്തോഷിക്കുന്നത്? നോക്കുക, അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. എങ്ങനെ? ദൈവത്തിന് മഹത്വം കൊടുത്ത്. മറ്റാർക്കും മഹത്വം കൊടുക്കരുത്. ആർക്ക് കൊടുക്കണം? ദൈവത്തിന് മഹത്വം. എഴുന്നേക്കാം. മറ്റാർക്കും മഹത്വം കൊടുക്കരുത്, ദൈവത്തിന് മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ ചേർന്ന് വീണ്ടും നമുക്ക് പറയാം, യാഹേ നീ എൻ ദൈവം. ഹല്ലേലൂയ. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ എല്ലാം ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ എല്ലാം ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൽ നടുവിൽ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൽ നടുവിൽ വിളി കേട്ടു പിൻവരുവാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തുത്യർഹ്യമേ തവ നാമം, സ്തുത്യർഹ്യമേ തവ നാമം. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ എല്ലാം ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ എല്ലാം ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൽ ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൽ തവ നാമം, സ്തുത്യർഹ്യമേ തവ നാമം, സ്തുത്യർഹ്യമേ തവ നാമം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ പിതാവേ, നിന്നെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദൈവം പാലിക്കുന്ന മഹാനും ഭയങ്കരമായ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, ഇസ്രായേലിൻ്റെ ദൈവമായ അത്ഭുതങ്ങളെ ചെയ്യുന്ന അത്ഭുത മന്ത്രിയെ, വീര്യം പ്രവർത്തിക്കുന്ന വീരനാഥ ദൈവമേ, അപ്പോൾ ഇന്ന് ദൈവാസിൽ നിന്ന് കേൾക്കപ്പെട്ട വചനങ്ങൾ ഞങ്ങൾ ഓൺലൈൻ കാണുന്നതും വന്നതേയും ഒക്കെ അനുഗ്രഹമായിരിക്കട്ടെ അപ്പാ. അപ്പോൾ നീ എല്ലാവരും അപ്പാ അനുഗ്രഹിച്ചേ മതിയാകും അപ്പാ. അപ്പോൾ കുട്ടികളെയും കുഞ്ഞുങ്ങളെയും വയസ്സ് എന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനകളുടെ അങ്ങയുടെ മഹത്വം ഒന്നും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ സർവമാന മഹത്വം അംഗീകരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.